ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഏവർക്കും ദ വേൾഡ് ഓഫ് ഹിസ്റ്ററീസിൻ്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിത ചരിത്രത്തെ കുറിച്ചാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ജോസഫ് ദ പ്രോഫിറ്റ് എന്ന സീരീസിൻ്റെ ഏതാനും ചില വീഡിയോ ഭാഗങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രം കേൾക്കുന്നതോടൊപ്പം കാണാനും ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. KH കോട്ടപ്പുഴ എഴുതിയ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം എന്ന ബുക്കാണ് ഞാനിവിടെ വായിക്കുന്നത്. ബനു ഇസ്രായേലിലെ പ്രവാചകനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഈജിപ്തിനെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിച്ച ഭരണാധികാരി. ലോകത്ത് ആദ്യമായി സെൻസറും റേഷൻ സമ്പ്രദായവും നടപ്പിലാക്കിയ പരിഷ്കർത്താവ്. ക്ഷമയിലൂടെയും സഹനത്തിലൂടെയും ഉന്നത സോപാനം കൈവരിച്ച മഹാത്മാവ്. ജീവനേക്കാളേറെ കുടുംബ ബന്ധത്തിന് സ്ഥാനം കൽപ്പിച്ച മനുഷ്യസ്നേഹി. ആദം അലൈഹിസ്സലാമിൻ്റെ 23ാമത്തെ പൗത്രനാണ് യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിൻ്റെ നിറകുടമാണ് അദ്ദേഹം. സൗന്ദര്യത്തിൻ്റെ സിംഹഭാവവും യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ് അള്ളാഹു നൽകിയത്. ഭംഗിയുടെ അർദ്ധഭാഗം യൂസുഫ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്. ഏറ്റവും നല്ല കഥ എന്ന വർണ്ണനയോടെയാണ് പരിശുദ്ധ ഖുർആൻ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ജീവചരിത്രം വിവരിക്കുന്നത്. സാധാരണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു സൂറത്തിൽ തന്നെ ക്രമബദ്ധമായ ചരിത്രം വിവരിക്കുകയാണ്. പഠിക്കാനും അതിലേറെ പകർത്തുവാനുള്ള വശ്യസുന്ദരമായ ചരിത്രം. ഈജിപ്തിലായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധന മേഖല. ഭരണവും ദീനീ പ്രബോധനവും ഒന്നിച്ചു നടത്താൻ ഭാഗ്യം സിദ്ധിച്ചവരിൽ ഒരാളായിരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. പിതാവും പിതാമഹനും അവരുടെ പിതാവും നബിമാരാകുന്നു എന്നത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പുത്രന്മാരിൽ ഒരാളായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ പുത്രനാണ് യാക്കൂബ് അലൈഹിസ്സലാം. മനുഷ്യകുലപതിയായ ആദം അലൈഹിസ്സലാമിൻ്റെ 21ാമത്തെ പൗത്രൻ. യാക്കൂബ് അലൈഹിസ്സലാമിന് ഒരു സഹോദരനുണ്ട്, എയ്സുവ. അവർ ഇരട്ട സഹോദരങ്ങളാണ്. എയ്സുവ പിറന്ന ഉടനെയായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പിറവി. വിശുദ്ധ ഖുർആനിൽ 14 തവണ യാക്കൂബ് എന്ന് നാമം പരാമർശിച്ചിട്ടുണ്ട്. എയ്സുവായും യാക്കൂബും മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ സന്തോഷത്തോടെ വളർന്നു. കൻആനിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. കനാജി എന്നാണ് കൻആനിൻ്റെ പൂർവ്വനാമം. ഇന്നത്തെ സിറിയയുടെ തെക്കുഭാഗത്തെ പ്രദേശമാണ് കൻആൻ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ പുത്രൻ സാമിൻ്റെ സന്താന പരമ്പരയാണ് കൻആനിലെ ആദ്യത്തെ താമസക്കാർ. അവർ കൻആനിയൂൻ അഥവാ കൻആനികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. BC 2300കളിലാണ് കൻആൻ പ്രവിശ്യയിൽ യാക്കൂബ് അലൈഹിസ്സലാം ജീവിച്ചിരുന്നത് എന്നാണ് ചരിത്രാനുമാനം. എയ്സുവായും യാക്കൂബ് അലൈഹിസ്സലാമും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം രൂക്ഷമാവുകയും എയ്സുവ തൻ്റെ അനുജ സഹോദരൻ്റെ ശത്രുവായി മാറുകയും ചെയ്തു. എയ്സുവ യാക്കൂബ് അലൈഹിസ്സലാമിനെ അപായപ്പെടുത്തുമെന്ന് ബോധ്യമായപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം നാട് വിട്ടു പോവുകയുണ്ടായി. മാതാപിതാക്കളുടെ സമ്മതപ്രകാരമായിരുന്നു പാലായനം. സഹോദരൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ രാത്രിയിലാണ് പാലായനം ചെയ്തത്. അക്കാരണത്താൽ അദ്ദേഹത്തിന് ഇസ്രായേൽ എന്ന ഉപനാമം ഉണ്ടായിത്തീർന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ത്യാഗി എന്നാണ് ഇസ്രായേൽ എന്ന ഹിബ്രു പദത്തിൻ്റെ ഉദ്ദേശ്യം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ പ്രസിദ്ധമായത്. തൻ്റെ മാതൃ സഹോദരനായ ലാബാൻ താമസിക്കുന്ന വീട്ടിലേക്കാണ് യാക്കൂബ് അലൈഹിസ്സലാം യാത്രയായത്. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. എയ്സുവായുടെ കോപം ശമിക്കുന്നതുവരെ മാറി താമസിക്കാൻ മാതാവ് ആവശ്യപ്പെടുകയായിരുന്നു. ഹർറാനിലായിരുന്നു ലാബാൻ താമസിച്ചിരുന്നത്. തുർക്കിയുടെ കിഴക്കുഭാഗം യൂഫ്രട്ടീസ് നദിക്കരയിലാണ് ഹർറാൻ പ്രദേശം. യാക്കൂബ് അലൈഹിസ്സലാം ഹർറാനിൽ തൻ്റെ മാതുലൻ്റെ വീട്ടിൽ താമസമാക്കി. ആടുകളെ പരിപാലിക്കുന്ന ജോലിയിൽ അദ്ദേഹം വ്യാപൃതനായി. മനുഷ്യരെ സദ്വഴിക്ക് നയിക്കുന്നതിനു മുമ്പ് നബിമാരെല്ലാം ആടുമേയ്ക്കുന്ന ജോലി എടുത്തവരായിരുന്നു. ആടുകളെ മേയ്ക്കാത്ത ഒരു നബിയെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. 7 വർഷക്കാലം
യാക്കൂബ് അലൈഹിസ്സലാം ആടുകളെ മേയിച്ചു ലാബാന്റെ കൂടെ ജീവിച്ചു. തുടർന്ന് ലാബാൻ തൻ്റെ മകൾ റാഹേലിനെ യാക്കൂബ് അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. ലാബാന്റെ രണ്ടാമത്തെ പുത്രിയും സുന്ദരിയുമായിരുന്നു റാഹേൽ. പിന്നീട് റാഹേലിൻ്റെ സഹോദരി ലയ്യയെയും യാക്കൂബ് അലൈഹിസ്സലാം ഇണയാക്കുകയുണ്ടായി. ഭാര്യമാർക്ക് പുറമെ ബൽഹ, സുൽഫ എന്നീ അടിമ സ്ത്രീകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് യാക്കൂബ് അലൈഹിസ്സലാമിന് 12 മക്കൾ ജനിച്ചു. ലയ്യയിൽ റൂബിൻ, ഷംഊൻ, ലാവി, യഹൂദ, ഇസ്സാഖാൻ, സെയ്ബുലുൻ എന്നിവരും ബൽഹായിൽ നിന്ന് ദാൻ, നഫ്താലി എന്നിവരും സുൽഫിയിൽ നിന്ന് ജാദ്, ആഷിർ എന്നിവരും റാഹേലിൽ നിന്ന് യൂസുഫ്, ബുന്യാമിൻ എന്നിവരുമാണ് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾ. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ 11ാമത്തെ പുത്രനാണ് നമ്മുടെ കഥാപുരുഷനായ യൂസുഫ് അലൈഹിസ്സലാം. ലാബാന്റെ മകൾ റാഹേലാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മാതാവ്. ഫർറാനിൽ നിന്നും യാക്കൂബ് അലൈഹിസ്സലാമും കുടുംബവും കൻആനിലേക്ക് താമസം മാറുകയുണ്ടായി. ആട് കൃഷിയായിരുന്നു ആ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം. യൂസുഫ് അലൈഹിസ്സലാമിന് 5 വയസ്സ് പ്രായം. സഹോദരങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായിരുന്നു ആ കുരുന്ന്. അനിതര സാധാരണ ഭംഗി, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിശക്തി. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ഓമനപുത്രൻ. ആ ഇടക്കാണ് റാഹേൽ വീണ്ടും ഗർഭിണിയായത്. അവർക്കൊരു ആൺകുഞ്ഞ് പിറന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ 12ാമത്തെ കുഞ്ഞാണത്. റാഹേലിൻ്റെ 2ാമത്തെയും. ബുന്യാമിൻ എന്ന കുഞ്ഞിന് നാമകരണം ചെയ്തു. ബുന്യാമിൻ്റെ ശൈശവകാലം റാഹേൽ രോഗബാധിതയായി താമസം വിന മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാമും ബുന്യാമിനും ഉമ്മയില്ലാത്ത വ്യഥകൾ അനുഭവിക്കുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം അതീവ ദുഃഖിതനായി. ഫായിഖ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ പുത്രി, യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സഹോദരി, അദ്ദേഹത്തിന് അഭയം നൽകിയ ലാബാന്റെ പ്രിയ പത്നി. ബുന്യാമിൻ്റെ സംരക്ഷണം അവരാണ് നിർവഹിച്ചത്. സ്വന്തം ഉമ്മയെപ്പോലെ അവർ പരിചരിച്ചു. യൂസുഫ് അലൈഹിസ്സലാമിനോടാണ് ഫായിഖക്ക് കൂടുതൽ സ്നേഹമുള്ളത്. യൂസുഫ് തൻ്റെ കൂടെ വേണം, അതവർക്ക് നിർബന്ധമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിൻ തൻ്റെ കൂടെ കഴിയണമെന്ന് യാക്കൂബ് അലൈഹിസ്സലാമും അതിയായി ആഗ്രഹിച്ചു. ഇക്കാര്യം രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. യൂസുഫ് അലൈഹിസ്സലാം ഒരാഴ്ച പിതാവിൻ്റെ കൂടെ കഴിയണം, ഒരാഴ്ച പിതൃ സഹോദരി ഫായിഖയോടൊപ്പം കഴിയണം. പക്ഷേ ഒരു ദിവസം പോലും പ്രിയപുത്രനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാമിന്. അതുകൊണ്ട് തന്നെ ഫായിഖയുടെ കൂടെ കഴിയുന്ന ദിവസവും അദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാമിനെ സന്ദർശിക്കുമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന് 7 വയസ്സ് പ്രായമായി. ഒരിക്കൽ യൂസുഫ് അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയുണ്ടായി. 11 വടികൾ അഥവാ മരക്കൊമ്പുകൾ വൃത്തത്തിൽ നാട്ടിയതായിരുന്നു സ്വപ്നം. അതിൻ്റെ മധ്യത്തിൽ ഒരു കൊച്ചു വടിയും ഉണ്ടായിരുന്നു. വൃത്തത്തിലുള്ള വടികളെല്ലാം പിഴുതു മാറ്റപ്പെട്ടപ്പോൾ മധ്യത്തിലുണ്ടായിരുന്ന കൊച്ചുവടി അവിടെ ഉറച്ചു നിൽക്കുന്നു. ഈ സ്വപ്ന വൃത്താന്തം പിതാവിനെ അറിയിച്ചു. അദ്ദേഹം മകനെ ഉമ്മ വെച്ച് തലോടി ചിന്തയിലാണ്ടു. എൻ്റെ മോൻ ഈ സ്വപ്ന വിവരം ആരെയും അറിയിക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാം ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് പിതാവ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പ്രത്യേക ശ്രദ്ധയും അതിരുകവിഞ്ഞ സ്നേഹവും യൂസുഫ് അലൈഹിസ്സലാമിന് ലഭിച്ചുകൊണ്ടിരുന്നു. ഇക്കാര്യം മറ്റു മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവർ അതിൽ അമർഷമുണ്ടെന്നും യാക്കൂബ് അലൈഹിസ്സലാമിന് അറിയാമായിരുന്നു. ജ്യേഷ്ഠ സഹോദരങ്ങളെ സ്വപ്നവിവരം അറിയിക്കരുതെന്ന് നിർദ്ദേശിക്കാൻ അതാണ് കാരണം. മഞ്ഞും മഴയും വെയിലുമായി വർഷങ്ങൾ കടന്നുപോയി. യൂസുഫ് അലൈഹിസ്സലാമിന് 12 വയസ്സായി. ചുറുചുറുക്കുള്ള ബാല്യകാലം. ബുന്യാമിനുമൊത്തുള്ള കുട്ടികളികളിൽ അവർ സംതൃപ്തരാണ്. ഒരു പ്രഭാതത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പിതാവിൻ്റെ അടുക്കലെത്തി. അത്യത്ഭുതമായ ഒരു സ്വപ്ന വൃത്താന്തം അറിയിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഉപ്പാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. പ്രിയപുത്രൻ കൗതുകത്തോടെ പറയുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം ചുറ്റുപാട് ശ്രദ്ധിച്ചു. ഇല്ല, പരിസരത്തൊന്നും ആരുമില്ല. എന്താ മോൻ കണ്ട സ്വപ്നം? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ വദനം ഗൗരവം പൂണ്ടു. മകനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞു മകനെ, ഈ സ്വപ്ന വിവരം നിന്റെ സഹോദരങ്ങൾ അറിയരുത്. അറിഞ്ഞാൽ അവർ നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ പ്രകടമായ ശത്രുവാകുന്നു. ഇല്ല ഇല്ല ഉപ്പ,
ഞാനിത് ആരോടും പറയുകയില്ല. ഉപ്പായുടെ വാക്ക് ഞാൻ അവഗണിക്കുകയില്ല. യാക്കൂബ് അലൈഹിസ്ലാമിന് ആശ്വാസമായി. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സുജൂദ് ചെയ്യുന്നതാണ് യൂസുഫ് അലൈഹിസ്സലാം കണ്ട സ്വപ്നം. നക്ഷത്രങ്ങൾ തൻ്റെ 11 സഹോദരങ്ങളാണ്. അവർ സ്വാലിഹുകളും നബിമാരുമാണെന്നാണ് പണ്ഡിതപക്ഷം. നക്ഷത്രങ്ങൾ വഴികാട്ടികളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബികളെ പരിചയപ്പെടുത്തിയത് നക്ഷത്രങ്ങളായിട്ടാണ്. സഹോദരങ്ങൾ യൂസുഫ് അലൈഹിസ്ലാമിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുമ്പായിരുന്നു അത്. മാത്രമല്ല, പിശാചിന്റെ പ്രേരണ മൂലമായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാം ഒരിക്കലും തൻ്റെ മക്കളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പിതൃഭാവത്തിൻ്റെ ഉത്തമ നിദർശനമാണത്. മാതാപിതാക്കളാണ് സൂര്യചന്ദ്രന്മാരെ കൊണ്ടുള്ള ഉദ്ദേശ്യം. സൂര്യൻ മാതാവും ചന്ദ്രൻ പിതാവുമത്രേ. സൂര്യനെ സ്ത്രീലിംഗമായും ചന്ദ്രനെ പുല്ലിംഗമായുമാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. യൂസുഫ് അലൈഹിസ്ലാമിൻ്റെ മാതാവ് റാഹീൽ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്. വളർത്തുമയും അമ്മായിയുമായ ഫായിക്കയുമാണ് മാതാവും കൊണ്ടുള്ള വിവക്ഷ. സ്വപ്നവിവരം സഹോദരങ്ങളെ അറിയിക്കരുത് എന്ന് പറഞ്ഞതിനു ശേഷം യാക്കൂബ് അലൈഹിസ്സലാം പ്രിയപുത്രനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നിന്റെ രക്ഷിതാവ് നിന്നെ തെരഞ്ഞെടുക്കുകയും സ്വപ്നവ്യാഖ്യാനം പഠിപ്പിക്കുകയും നിനക്കും യാക്കൂബ് കുടുംബത്തിനും തൻ്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഇതൊരു രഹസ്യ സംഭാഷണമായിരുന്നു. പക്ഷേ താമസം വിന ഈ വിവരങ്ങളെല്ലാം യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മറ്റു മക്കൾ അറിയുകയുണ്ടായി. ചുമരുകൾക്ക് കാതുകളുണ്ടെന്നാണല്ലോ ആപ്തവാക്യം. പിതാവ് യൂസുഫിനെ അമിതമായി സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ അവരെല്ലാം അമർഷമുള്ളവരായിരുന്നു. ആ ഇടക്കാണ് ഈ സ്വപ്നവാർത്തയും പിതാവിൻ്റെ പ്രവചനവും അവർ അറിയുന്നത്. അസൂയ 10 മടങ്ങ് വർദ്ധിക്കാൻ അത് നിമിത്തമായി. അത്യാഗ്രഹം, ദേഷ്യം, ദേഹേച്ഛ ഇവയാണ് മനുഷ്യനിൽ പൈശാചിക പ്രവേശനത്തിനുള്ള അടിസ്ഥാന സ്വഭാവങ്ങൾ. അത്യാഗ്രഹത്തിൽ നിന്നും അലച്ചയും പിശുക്കും ഉടലെടുക്കുന്നു. ദേഷ്യത്തിൽ നിന്നും അഹംഭാവവും അഹങ്കാരവും ഉണ്ടായിത്തീരുന്നു. ദേഹേച്ഛയിൽ നിന്നും സത്യനിഷേധവും നൂതന ചിന്തകളും ഉത്ഭവിക്കുന്നു. ഇവ 6 മനുഷ്യനിൽ സമ്മേളിച്ചാൽ 7ാമതൊന്ന് നിഷ്പന്നമാകും. അതാണ് അസൂയ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ സഹോദരങ്ങൾ 10 പേരും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. ശക്തന്മാരായ നമ്മളെക്കാൾ ഉപരി യൂസുഫിനെയും സഹോദരനെയുമാണ് നമ്മുടെ പിതാവ് ഇഷ്ടപ്പെടുന്നത്. നിശ്ചയം നമ്മുടെ പിതാവ് വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. പിതാവിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനുള്ള മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അവർ ആലോചനയിൽ മുഴുകി. അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ദൂരെ വല്ല സ്ഥലത്തും കൊണ്ടുപോയി ഉപേക്ഷിക്കുക. ചെയ്യുന്നത് പാപമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. പിതാവ് യൂസുഫിൻ്റെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. അസൂയ അവരെ സത്യത്തിൽ അന്ധരും ബധിരരുമാക്കി മാറ്റിക്കളഞ്ഞിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് സ്നേഹത്തിനും സഹതാപത്തിനുമൊന്നും അവരുടെ മനസ്സുകളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. യൂസുഫിൻ്റെ അഭാവത്തിൽ പിതാവ് നമ്മെ സ്നേഹിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടിയത്. അപ്പോൾ നമുക്ക് സദ്വൃത്തരായി തീരാം. അസൂയ മൂലമുള്ള എല്ലാ ചെയ്തികൾക്കും ഇത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. യൂസുഫിനെ വധിച്ചു കളയരുത്, അവരിൽ ഒരാൾ പറഞ്ഞു. യഹൂദയാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന് യൂസുഫ് അലൈഹിസ്സലാമിനോട് സ്നേഹമുണ്ടായിരുന്നു. കൊച്ചനുജനെന്ന നിലക്ക് വാത്സല്യമുണ്ടായിരുന്നു. പക്ഷേ അത് പ്രകടമാക്കിയിരുന്നില്ല. മറ്റു സഹോദരങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുമോ എന്ന ആശങ്കയായിരുന്നു കാരണം. ഏതെങ്കിലും ഇരുളടഞ്ഞ കിണറ്റിൽ അവനെ ഇട്ടേക്കുക, യാത്രക്കാരിൽ ആരെങ്കിലും അവനെ കണ്ടെടുത്തുകൊള്ളും, യഹൂദ പറഞ്ഞു. ആ അഭിപ്രായത്തോട് അവർ യോജിക്കുകയായിരുന്നു. യൂസുഫിനെ കൊല്ലരുത് എന്ന് പറഞ്ഞത് റൂബേൽ ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അവർ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്.
അവരിൽ ചിലർ യൂസുഫ് അലൈഹിസ്ലാമിനെ കണ്ട് ആട് മേയ്ക്കുന്ന വനത്തിലെ വിശേഷങ്ങൾ അറിയിച്ചു. തണലേകുന്ന വൻ വൃക്ഷങ്ങൾ, സുഗന്ധം പരത്തുന്ന പൂച്ചെടികൾ, മധുകൂറുന്ന പഴങ്ങൾ, പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന കാട്ടരുവികൾ, മന്ദമാരുതന്റെ തലോടലിൽ ആടിയുലയുന്ന മേടുകൾ. അവരുടെ വർണ്ണനകൾ കേട്ടപ്പോൾ ആ കുരുന്നുബാലന് കാനനത്തിൽ പോകാൻ കൗതുകമായി. പക്ഷേ ഉപ്പ സമ്മതിക്കുമോ? സഹോദരങ്ങളോടൊപ്പമാണല്ലോ, സമ്മതിക്കുമായിരിക്കും. അവർ യാക്കൂബ് അലൈഹിസ്സലാമിനെ സമീപിച്ചു. ആടുമേയ്ക്കാൻ ഞങ്ങളോടൊപ്പം യൂസുഫിനെയും അയച്ചു തരണം ഉപ്പ. താങ്കൾക്ക് എന്തു സംഭവിച്ചു? ഞങ്ങളുടെ സഹോദരനല്ലേ യൂസുഫ്? ഞങ്ങൾ അവൻ്റെ ഗുണകാംക്ഷികളല്ലേ? എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ വിശ്വസിക്കാത്തത്? ഞങ്ങളുടെ കളിയിലും ആനന്ദത്തിലും യൂസുഫും സംബന്ധിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നതാണ്. വളരെ ആവേശത്തോടെയാണ് അവർ സംസാരിച്ചിരുന്നത്. യഹൂദയാണ് സംസാരം തുടങ്ങിയത്. അദ്ദേഹം യൂസുഫിനെ സ്നേഹിക്കുന്നവനാണെന്ന് പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാം എന്തു പറയണമെന്നറിയാതെ അല്പസമയം മൗനം പാലിച്ചു. യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോകുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. അവനെ ചെന്നായ തിന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ചിലപ്പോൾ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോയാലോ? യാക്കൂബ് അലൈഹിസ്സലാം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവിടുത്തെ മുഖത്ത് ദുഃഖം ഘനീഭവിച്ചിട്ടുണ്ട്. കണ്ണുകൾ ഈറനണിയുകയാണ്. ഉപ്പ, യൂസുഫിനെ ചെന്നായ തിന്നുകയോ? ശക്തന്മാരായ ഞങ്ങളവൻ്റെ കൂടെയുണ്ടല്ലോ. യൂസുഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കു തന്നെയാണ് മഹാനഷ്ടം. പിറ്റേന്ന് അവർ യാത്രക്കൊരുങ്ങുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫിന് ഭക്ഷണം നൽകി വസ്ത്രമണിയിച്ചു. താവഴിയായി ലഭിച്ച അരപ്പട്ടയും കെട്ടിക്കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കലുണ്ടായിരുന്ന അരപ്പട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിദാനത്തിന് കൊണ്ടുപോകുമ്പോൾ ആ അരപ്പട്ട കെട്ടിയിരുന്നു. പിന്നീടത് ഫായിഖയുടെ കൈവശത്തിലായി. അവരാണ് യൂസുഫ് അലൈഹിസ്സലാമിന് സമ്മാനിച്ചത്. യൂസുഫ് അലൈഹിസ്സലാമിന് കുടിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം നൽകിയാണ് യാത്രയാക്കിയത്. അടുത്തുള്ള മരച്ചോട് വരെ പിതാവും അവരെ അനുഗമിച്ചു. റൂബിൻ സ്നേഹം നടിച്ച് യൂസുഫിനെ ചുമലിലേറ്റി. അല്പം അകലെയെത്തി. പിതാവിൻ്റെ കാഴ്ചവട്ടത്തിൽ നിന്നും മറഞ്ഞു. അതോടെ സഹോദരങ്ങളുടെ സ്വഭാവം മാറി. റൂബീൻ ശക്തമായി പ്രഹരിച്ചുകൊണ്ടാണ് യൂസുഫിനെ താഴെ വെച്ചത്. അവർ ധൃതിയോടെ നടക്കാൻ തുടങ്ങി. തീരെ പരിചയമില്ലാത്ത പരുക്കൻ വഴി, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പ്രതലം. യൂസുഫ് അലൈഹിസ്സലാമിനെ അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല. എന്നെ കൊണ്ടുപോകൂ, എൻ്റെ കാൽ വേദനിക്കുന്നു. ആ കുരുന്നു ബാലൻ സഹായത്തിനായി കേണപേക്ഷിച്ചു. എവിടെയാ നിന്റെ സൂര്യനും ചന്ദ്രനുമൊക്കെ? അവരോട് സഹായം ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മർദ്ദിക്കാൻ തുടങ്ങി. ദാഹജലം പോലും നൽകാതെ പ്രയാസപ്പെടുത്തി. അല്ലയോ, നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളല്ലേ? എന്നെ സംരക്ഷിക്കേണ്ടവരല്ലേ? നിങ്ങൾ തന്നെ അക്രമികളായാലോ? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? യൂസുഫ് അലൈഹിസ്സലാം ഗദ്ഗദത്തോടെ അവരോട് പറഞ്ഞു. ഉടനെ യഹൂദ ഇടപെട്ടു. നിർത്തൂ, ഈ അക്രമം മതിയാക്കൂ. യൂസുഫിനെ കൊല്ലുകയില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണല്ലോ. നമുക്കവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാം. അവർ യൂസുഫിൻ്റെ കുപ്പായം അഴിച്ചുമാറ്റി വനാന്തരത്തിലൂടെ നടന്നു നീങ്ങി. യൂസുഫ് അലൈഹിസ്സലാമിനെ മർദ്ദിച്ച ശേഷം വിവസ്ത്രനാക്കി സഹോദരങ്ങൾ കൊണ്ടുപോവുകയാണ്. കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഒന്ന് വാവിട്ട് കരയുവാൻ പോലും അവസരം നിഷേധിച്ചിരിക്കുകയാണ്. കരഞ്ഞാലും സഹോദരങ്ങളല്ലാതെ മനുഷ്യരാരും കേൾക്കാനില്ല. ഒരു കിണറ്റിനരികിലേക്കാണ് അവരുടെ സഞ്ചാരം. മുകൾ ഭാഗം ഇടുങ്ങിയതും താഴ്ഭാഗം വിശാലമായതുമാണ് ആ കിണർ. പാറക്കെട്ടുകൾക്കിടയിൽ അല്പം ജലമുണ്ടായിരുന്നു ആ കൂപത്തിൽ. 400 മുഴമാണ് കിണറിന് ആഴമുണ്ടായിരുന്നത് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്.
ഫലസ്തീനിന്റെ വടക്കുഭാഗം നാബൽസ് എന്ന സ്ഥലത്തായിരുന്നു അത്രേ ഈ പുരാതന കിണർ നിലകൊണ്ടിരുന്നത്. ഉർദുൻ പ്രദേശത്തിലായിരുന്നു കിണർ എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ജോർദാനിലാണ് ഈ പ്രദേശം. വിജനമായ ഈ പ്രദേശത്തിലൂടെ കച്ചവട സംഘങ്ങൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ശമൂൻ യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലേക്ക് എറിയാൻ ശ്രമിച്ചു. പക്ഷേ യഹൂദ സമ്മതിച്ചില്ല. യൂസുഫിനെ കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അതനുസരിക്കുന്നതാണ് നല്ലത്. അവർ തമ്മിൽ വാക്കേറ്റമായി. അവസാനം അവർ ആ ബാലനെ ബക്കറ്റിൽ ഇരുത്തി. യാത്രക്കാർ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ബക്കറ്റായിരുന്നു അത്. ഭയം കാരണം യൂസുഫ് അലൈഹിസ്സലാം വിറക്കുന്നുണ്ടായിരുന്നു. തൊണ്ട വരണ്ടു പോയിരിക്കുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. യഹൂദ കയർ പിടിച്ച് ബക്കറ്റ് താഴ്ത്തുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം അവരെ നിറകണ്ണുകളോടെ നോക്കുകയാണ്. പാതി വഴിയിലെത്തിയപ്പോൾ യഹൂദ കയർ വിട്ടു. അതിനുള്ള വേലകൾ മറ്റുള്ളവർ ഒപ്പിക്കുകയായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ ചെന്ന് വീഴുന്ന സന്ദർഭം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ എത്തി. ഒരു കുപ്പായവുമായാണ് എത്തിയത്. ഒരു അത്ഭുത കുപ്പായമായിരുന്നു അത്. യൂസുഫ് അലൈഹിസ്സലാമിനെ അത് ധരിപ്പിച്ചു. സുരക്ഷിത സ്ഥാനത്ത് ഇരുത്തി. കിണറ്റിലെ ജലത്തിന്റെ ഉപ്പ് രസം മാറി അത് ശുദ്ധജലമായി തീർന്നു. ആഴമുള്ള കിണറ്റിൽ യൂസുഫ് അലൈഹിസ്സലാം നിലം പതിച്ചപ്പോൾ സഹോദരങ്ങൾ ആർത്തുല്ലസിച്ചു. ഒരു സത്കർമ്മം ചെയ്ത പ്രതീതിയായിരുന്നു അവർ. പരിസരങ്ങളിലുള്ള കല്ലും മുള്ളും കിണറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചുപോയത്. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ താമസ സ്ഥലത്തു നിന്നും 3 ഫർസഖ് അകലെയായിരുന്നു ഈ കിണർ. 30ഓളം കിലോമീറ്റർ അകലെ. സമയം രാത്രി ആയിട്ടുണ്ട്. പതിവിലേറെ വൈകിയിരിക്കുന്നു. ഇനി ഒരു കഥ മെനഞ്ഞുണ്ടാക്കണം. സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് യൂസുഫിനെ സുരക്ഷിതനായി ഇരുത്തി ഞങ്ങൾ ഓട്ടപ്പന്തയം നടത്തുകയായിരുന്നു. അപ്പോഴൊരു ചെന്നായ യൂസുഫിനെ കൊന്നു തിന്നു കളഞ്ഞു. പിതാവിനോട് പറയാൻ ഒരു കള്ളക്കഥ അവർ മെനഞ്ഞെടുത്തു. പിന്നെ ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ രക്തം യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിൽ പുരട്ടി ആട്ടിൻ പറ്റങ്ങളുമായി പുറപ്പെട്ടു. യാക്കൂബ് അലൈഹിസ്സലാം മക്കളെ കാത്തിരിക്കുകയാണ്. പൊന്നുമോൻ യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാൻ വെമ്പൽ കൊള്ളുകയാണ്. വഴിക്കണ്ണുമായി നോക്കിയിരിക്കവേ ഒരാർത്തദാനം കേൾക്കാനിടയായി. ആർത്ത് വിളിച്ചുകൊണ്ടാണ് മക്കൾ വരുന്നത്. ഉപ്പാ, നമ്മുടെ യൂസുഫ്! ഞങ്ങൾ ഇത് എങ്ങനെ സഹിക്കും? ആ ദുഷ്ടൻ ചെന്നായ യൂസുഫിനെ കൊന്നു തിന്നു. ഞങ്ങൾ സത്യമാണ് പറയുന്നത്. അവർ 10 പേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കുപ്പായം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കണ്ടോ, രക്തം പുരണ്ട കുപ്പായം. അവരുടെ അഭിനയം കണ്ട് യാക്കൂബ് അലൈഹിസ്സലാം തളർന്നുപോയി. എല്ലാം അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയമാണ്. അത് മാറ്റിമറിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. യാക്കൂബ് അലൈഹിസ്സലാം ഉറച്ചു വിശ്വസിച്ചു. അവർ കൊണ്ടുവന്ന രക്തം പുരണ്ട കുപ്പായം കണ്ട പിതാവ് പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. പിശാചിന്റെ കെണിവലയിൽ നിങ്ങൾ വീണിരിക്കുന്നു. ഒരു ചെന്നായയും യൂസുഫിനെ ആക്രമിച്ചിട്ടില്ല. ഈ വസ്ത്രം കണ്ടോ? ഈ വസ്ത്രം തീരെ കീറിയിട്ടില്ല. ധരിച്ച വസ്ത്രം കീറാതെ എങ്ങനെ ചെന്നായ യൂസുഫിനെ തിന്നുന്നത്? ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു, രക്ഷ കൈക്കൊള്ളുകയും ചെയ്യുന്നു, യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു. അന്നത്തെ രാത്രി പകലിന് വഴിമാറുകയാണ്. പകലോൻ പൂർവ്വദിക്കിൽ പ്രത്യക്ഷപ്പെടാൻ അടുത്തിരിക്കുന്നു. കൂടണഞ്ഞ പറവകളും മൃഗങ്ങളുമെല്ലാം ഇര തേടി പുറപ്പെടുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ ഭവനം ശോകമൂകമായിരിക്കുന്നു. അവിടെ കുട്ടികളുടെ കളിയില്ല, ചിരിയില്ല, സംസാരമില്ല. യൂസുഫിന് എന്ത് സംഭവിച്ചു കാണും? മരണപ്പെട്ടിരിക്കുമോ? സഹോദരങ്ങൾ രാത്രി മുഴുവൻ ചിന്തയിലായിരുന്നു. പ്രഭാതത്തിൽ തന്നെ അവർ ഓരോരുത്തരായി നടന്നു നീങ്ങി. ആ കിണറ്റിന്റെ സമീപത്തേക്കാണ് സഞ്ചാരം. പാത്തും പതുങ്ങിയും അവർ കിണർ പരിസരത്ത് അലയുകയാണ്. അവിടെ ഏതാ ഒരാൾക്കൂട്ടം. അവർ ആൾക്കൂട്ടത്തിനടുത്തെത്തി. ഒരു കച്ചവട സംഘമായിരുന്നു അത്. മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘമായിരുന്നു. മാലിക് ബിനു ദാറുൽ ഖുസാഇയാണ് സംഘത്തിനെ നയിക്കുന്നത്. അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. ഒരു അപരിചിത പ്രദേശത്താണ് അവർ എത്തിച്ചേർന്നത്. രാത്രിയിൽ അവിടെ തമ്പടിച്ചു താമസിച്ചു.
യാത്രക്കൊരുങ്ങുന്നതിൻ്റെ മുമ്പ് മാലിക്കിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സൂര്യൻ തൻ്റെ കുപ്പായ കൈകളിലേക്ക് വരുന്നതും അത് തട്ടി നീക്കിയപ്പോൾ ചെറുകണങ്ങളായി തീരുകയും ചെയ്തു. ഇതായിരുന്നു സ്വപ്നം. യാത്രയിൽ ഒരു ബാലനെ ലഭിക്കാനും അത് കാരണം സാമ്പത്തിക നേട്ടമുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് സ്വപ്നഫലം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. മാലിക് ഇക്കാര്യം തൻ്റെ അടിമയെ അറിയിക്കുകയും സ്വപ്നം യാഥാർത്ഥ്യമായാൽ നിന്നെ മോചിപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബുഷറ എന്നായിരുന്നു അടിമയുടെ പേര്. പ്രഭാതമായി. പ്രാഥമിക കർമ്മങ്ങൾക്ക് വെള്ളം വേണം. പരിസരങ്ങളിൽ വല്ല അരുവികളോ കിണറോ ഉണ്ടോ? അവർ അന്വേഷിച്ചിറങ്ങി. അതാ ഒരു കിണർ. അവർക്ക് സന്തോഷമായി. യൂസുഫ് അലൈഹിസ്സലാമിനെ എറിയപ്പെട്ട കിണറായിരുന്നു അത്. ബുഷറ എന്ന അടിമ ബക്കറ്റുമായി കിണറിനരികിലെത്തി. വെള്ളത്തിനായി ബക്കറ്റ് താഴ്ത്തി. ബക്കറ്റിൽ ഭംഗിയുള്ള ഒരു ബാലൻ. ഹാ, ഒരു സന്തോഷ വാർത്ത! ഇതാ ഒരു ബാലൻ! അടിമ വിളിച്ചു പറഞ്ഞു. സംഘത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് കൂടി. അവരുടെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ബാലൻ ഒന്നും സംസാരിക്കുന്നില്ല, മിഴിച്ചു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ അവിടെ എത്തുന്നത്. യൂസുഫ് വല്ലതും പറയുമോ? കള്ളക്കളികൾ പരസ്യമാകുമോ? അവർ ചകിതരായി. ഹേയ്, ഇത് ഞങ്ങളുടെ അടിമയാണ്. ഇവൻ ഒളിച്ചോടിയതാണ്. ഞങ്ങൾ ഇവനെ അന്വേഷിക്കുകയായിരുന്നു. അവർ ഏകസ്വരത്തിൽ കച്ചവട സംഘത്തെ അറിയിച്ചു. ഏതായാലും ഞങ്ങൾ ഇവനെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തു വില തരും? കച്ചവട സംഘത്തിന് ആശ്വാസമായി. തുച്ഛമായ വിലക്ക് അവർ യൂസുഫിനെ വിൽപ്പന നടത്തി. വിലയുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. 20 ദിർഹത്തിനാണ് കച്ചവടമാക്കിയത് എന്നാണ് പ്രബലമായ അഭിപ്രായം. 2 ദിർഹം വീതം അവർ ഭാഗിച്ചെടുക്കുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാമിനെ വിലക്ക് വാങ്ങിയ ശേഷം കച്ചവട സംഘം ഉടനെ സ്ഥലം വിട്ടു. ഏറ്റവും കുറഞ്ഞ വിലക്കാണ് അവർക്കൊരു അടിമയെ കിട്ടിയിരിക്കുന്നത്. അടിമയല്ല, രാജകുമാരനാണത്. മാലിക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കച്ചവട സംഘം ഈജിപ്തിലെത്തി. അവർ ആവേശഭരിതരായിരിക്കുന്നു. കുലീനതയുള്ള ഒരു ബാലനെ അവർക്ക് അടിമയായി ലഭിച്ചിട്ടുണ്ട്. അതാകട്ടെ വളരെ കുറഞ്ഞ വിലയിലും. ഈജിപ്തിലെ അടിമച്ചന്ത. അടിമകളെ വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവരും അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. കുട്ടികൾ, യുവാക്കൾ, മധ്യവയസ്കർ, യുവതികൾ, അങ്ങനെ അടിമകൾ ധാരാളമുണ്ട്. മാലിക്കിന്റെ സംഘം അവിടെ എത്തിച്ചേർന്നു. തേജോവധനായ ഒരു ബാലൻ, യൂസുഫ് അലൈഹിസ്സലാം ആയിരുന്നു അത്. ആളുകൾ ആ ബാലന് ചുറ്റും തടിച്ചുകൂടി. ഇത് അടിമയാണോ? വിൽക്കാനുള്ളതാണോ? ജനങ്ങൾക്ക് സംശയമായിരുന്നു. പലരും വില പറയാൻ തുടങ്ങി. വില ഏറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഖിത്ഫീർ എന്ന വ്യക്തിയാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങിയത്. ഈജിപ്തിലെ ഭരണാധികാരി റയ്യാൻ ഇബ്നു വലീദിന്റെ ധനവകുപ്പ് മന്ത്രിയായിരുന്നു ഖിത്ഫീർ. അടിമയുടെ തൂക്കത്തിനുള്ള സ്വർണമാണ് മാലിക്കിന് വിലയായി ലഭിച്ചത്. മറ്റു അഭിപ്രായങ്ങളുമുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. റയ്യാൻ രാജാവിന് വേണ്ടിയാണ് മന്ത്രി അടിമയെ വാങ്ങിയത്. അമാലിക വംശത്തിലെ അംഗമായിരുന്നു റയ്യാൻ രാജാവ്. യൂസുഫ് അലൈഹിസ്സലാമിനെ രാജാവ് വളരെയേറെ ആദരിക്കുകയും ഇതൊരു അസാധാരണ വ്യക്തിത്വമായി വിശ്വസിക്കുകയും ചെയ്തു. റയ്യാൻ രാജാവിൻ്റെ മരണശേഷം കാബൂസ് ബിൻ മിസ്ബക്കാണ് രാജാവായത്. അദ്ദേഹത്തിന് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 5 വർഷം പിന്നിട്ടു. ഇപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന് 17 വയസ്സായിരിക്കുന്നു. ഈജിപ്തിലെ ഗവർണർ അസീസ് അദ്ദേഹം യൂസുഫിനെ സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലെ ഗവർണർ അസീസ് അദ്ദേഹം യൂസുഫിനെ സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും സന്താനഭാഗ്യമില്ലാതെ വിഷമിക്കുകയായിരുന്നു അസീസ്. അസീസിന്റെ ഭാര്യ റായിൽ അവർക്ക് അടിമയെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. സുലൈഖ എന്ന പേരിലാണ് റായിൽ അറിയപ്പെട്ടിരുന്നത്. റായിലിന്റെ വിളിപ്പേരായിരുന്നു സുലൈഖ. അസീസ് തന്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, ഇവന് മാന്യമായ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇവനെ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്ക് മകനായി സ്വീകരിക്കാം. അടിമയായിട്ടല്ല, രാജകുമാരനായിട്ടാണ് യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ കഴിഞ്ഞത്. അടിമച്ചന്തയിൽ എത്തിയ കഥ അദ്ദേഹം ഗോപ്യമാക്കി വെച്ചു.
അത് പരസ്യമാകുന്നത് തന്റെ സഹോദരങ്ങളെ ദൂഷിക്കലാകുമല്ലോ. രാവു പകലുമായി കാലങ്ങളേറെ കഴിഞ്ഞുപോയി. വർഷങ്ങൾ പലതും കഴിഞ്ഞു. 33 വയസ്സുള്ള യുവാവായിരിക്കുന്നു യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. മാത്രമല്ല, പ്രവാചകത്വവും ലഭിച്ചിട്ടുണ്ട്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ആകാര സൗഷ്ഠവവും സ്വഭാവ മഹിമയും സുലൈഖയുടെ മനോനുഗ്രഹത്തിന്റെ കിരണങ്ങൾ വിതച്ചു. സ്നേഹം പരിണമിച്ചു, പ്രേമമായി മാറി. മനോദർപ്പണത്തിൽ ഇപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം മാത്രം. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ആ സൗന്ദര്യവദനം മാത്രമേ ദർശിക്കാൻ കഴിയുന്നുള്ളൂ. ഞാൻ അസീസിന്റെ സഹധർമ്മിണിയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചിന്തിക്കരുത്. സുലൈഖ അതറിയാമായിരുന്നു. പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. യൂസുഫിനെ സ്വന്തമാക്കണം. അത് മാത്രമാണ് ഇപ്പോൾ സുലൈഖയുടെ മനസ്സിലുള്ളത്. അതിനുള്ള അവസരം കാത്തിരിക്കുകയാണ് അവൾ. ഒരിക്കൽ സുലൈഖ കൊട്ടാരത്തിന്റെ കവാടങ്ങളെല്ലാം അടച്ചു. ശക്തമായ 7 വാതിലുകൾ ഉണ്ടായിരുന്നു ആ കൊട്ടാരത്തിന്. അസീസ് വീട്ടിലില്ല. ആകെ വീട്ടിലുള്ളത് സുലൈഖയും യൂസുഫ് അലൈഹിസ്സലാമും മാത്രം. ഇത് തന്നെയാണ് അവസരം. മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യം തുറന്നു പറയുക തന്നെ വേണം. സുലൈഖ തീരുമാനിച്ചു. യൂസുഫ്, ഇങ്ങോട്ട് വരൂ. അനുരാഗ നിമഗ്നനായി സുലൈഖ വിളിച്ചു. ആ വിളിയുടെ താല്പര്യം യൂസുഫ് അലൈഹിസ്സലാം മനസ്സിലാക്കി. രക്ഷപ്പെടാൻ പഴുതുകളില്ല. എല്ലാ കവാടങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇല്ല, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. നിശ്ചയം അവനാണ് എന്റെ വാസസ്ഥലം നന്നാക്കിയ രക്ഷിതാവ്. അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. യൂസുഫ്, അതിശബ്ദത്തോടെയുള്ള ഒരു ശബ്ദം. പരിചയമുള്ള ശബ്ദമാണത്. തന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേട്ടത്. യൂസുഫ് അലൈഹിസ്സലാം മുകളിലേക്ക് നോക്കി. അതാ തന്റെ വന്ധ്യപിതാവ് യാക്കൂബ് അലൈഹിസ്സലാം വിരൽ കടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഏതൊരു മനുഷ്യനും തെറ്റിൽ നിബന്ധിക്കുന്ന സമയം അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസമല്ലാതെ മറ്റൊന്നും അവിടെ തടസ്സമായിട്ടില്ല. യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് നബിയുടെ പിതാവ് മാത്രമല്ല, ഷേഖ് കൂടിയായിരുന്നു. അതെ, മുറബിയായ ഷേഖ്. അതുകൊണ്ടാണ് ആ സന്നിഗ്ധ ഘട്ടത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. വിരൽ കടിച്ചു നിൽക്കുന്ന പിതാവിനെ കണ്ട യൂസുഫ് അലൈഹിസ്സലാം ഭയന്ന് ഓടുകയുണ്ടായി. വാതിലിനടുത്തേക്ക് രക്ഷപ്പെടണം, അതായിരുന്നു ചിന്ത. യൂസുഫിനെ പിടിക്കാൻ സുലൈഖയും പിന്നാലെ ഓടി. സുലൈഖ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിൽ പിടിച്ചു വലിച്ചു. വലിയുടെ ശക്തിയാൽ കുപ്പായം കീറിപ്പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാം വാതിലിൽ പിടിച്ചു നിൽക്കുകയാണ്. സർവശക്തിയും ഉപയോഗിച്ചുള്ള വലി. വാതിൽ തുറക്കപ്പെട്ടു. തൊട്ടു മുമ്പിൽ ഗൃഹനാഥൻ അസീസ്. അതെ, സുലൈഖയുടെ ഭർത്താവ്. സുലൈഖ പരിഭ്രമചിത്തയായി. ഇനി എന്തു ചെയ്യും? നിമിഷങ്ങൾക്കകം അവൾ ഉപായം കണ്ടെത്തി. പെൺമനസ്സ് ചിലപ്പോൾ അങ്ങനെയാണ്. അവർ അബദ്ധങ്ങളെ ശുഭങ്ങളാക്കി മാറ്റും. കൂടെ കരച്ചിലിന്റെ അകമ്പടിയും ഉണ്ടാകും. കണ്ടോ, ഇവൻ എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ ജീവിത പങ്കാളിയല്ലേ? ഇവനെ ജയിലിലടക്കണം, സുലൈഖ വേവലാതിയോടെ പറഞ്ഞു. ചെയ്ത കുറ്റം പറയുകയും കൂടെ തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്തു. വിചാരണ ചെയ്യരുത് എന്ന സൂചന ആ സംസാരത്തിലുണ്ട്. വിചാരണ ചെയ്താൽ വാദിപ്രതിയായി മാറും എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഭദ്രമായി അടച്ചുപൂട്ടിയ വാതിലുകൾ തുറന്നു കൊടുത്തത് മലക്കുകളായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അവിടെ എന്തോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അസീസ് മനസ്സിലാക്കി. ഭർത്താവിന്റെ ഭാവപകർച്ചയിൽ സുലൈഖ ഭയവിഹ്വലയായി. അവളുടെ കൈകാലുകൾ വിറക്കുകയാണ്, തൊണ്ട വരളുകയാണ്. ഞാൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നൊരു കരസ്പർശം. ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ എന്റെ മുറിയിൽ യൂസുഫ്. ഉടനെ അവൻ പുറത്തേക്ക് ഓടി. അവന്റെ പിന്നാലെ പിടികൂടാൻ ഞാനും ഓടുകയുണ്ടായി. കുപ്പായത്തിലാണ് ഞാൻ പിടിച്ചത്. ഇത് യൂസുഫിന്റെ കുപ്പായത്തിന്റെ കഷ്ണമാണ്, സുലൈഖ ബോധിപ്പിച്ചു. സുലൈഖ, നീ പറയുന്നത് സത്യമാണോ? അസീസ് ചോദിച്ചു. സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. തെളിവുകളൊന്നും എന്റെ പക്കലില്ല. യൂസുഫ്, ഞാൻ നിനക്ക് നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. മകന്റെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ടും നീ നന്ദികേടാണല്ലോ കാണിച്ചത്.
എന്റെ ഭാര്യയെ അപമാനിക്കാൻ നീ ശ്രമിച്ചില്ലേ? അസീസ് ദുഃഖഭാരത്തോടെയാണ് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് സത്യമാണ്. താങ്കളുടെ ഭാര്യയാണ് തെറ്റ് ചെയ്തത്. എന്നെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഓടുകയായിരുന്നു, യൂസുഫ് അലൈഹിസ്സലാം ദൈന്യത്തോടെ പറഞ്ഞു. നീ പറയുന്നത് സത്യമാണോ? അതിന് തെളിവുണ്ടോ? അസീസ് വീണ്ടും ചോദിച്ചു. യൂസുഫ് അലൈഹിസ്സലാമിന് സാക്ഷിയായി സുലൈഖയുടെ കുടുംബത്തിലെ ഒരാൾ വന്നു. അവളുടെ അമ്മാവിന്റെ മകളായിരുന്നു. അസീസിന്റെ കൂടെ വന്നതായിരുന്നു അദ്ദേഹം. മുലകുടി പ്രായത്തിലുള്ള ഒരു ശിശുവാണ് സാക്ഷിയായത് എന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യൂസുഫിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ സുലൈഖ കുറ്റക്കാരിയാണ്. മുൻഭാഗത്ത് കീറിയതെങ്കിൽ യൂസുഫാണ് അപരാധി. അദ്ദേഹം വിധി പറഞ്ഞു. പരിശോധനാ ഫലം സുലൈഖയ്ക്ക് എതിരായിരുന്നു. സത്യാവസ്ഥ അള്ളാഹു തെളിവാക്കി കൊടുത്തു. സുലൈഖ പരവശയായി ലജ്ജിച്ച് തല താഴ്ത്തി. നിങ്ങൾ സ്ത്രീകൾ വലിയ കുതന്ത്രശാലികളാണ്. നിങ്ങളുടെ കുതന്ത്രം ഭയങ്കരം തന്നെ, അസീസ് പറഞ്ഞു. യൂസുഫെ, താങ്കൾ ഇത് അവഗണിക്കുക. ഒരാളെയും അറിയിക്കരുത്, അസീസ് അറിയിച്ചു. സുലൈഖ, നീയാണ് അപരാധം ചെയ്തത്. അള്ളാഹുവിനോട് പാപമോചനത്തിനായി അർത്ഥിക്കുക. സഹധർമ്മിണിയെ താക്കീത് ചെയ്യുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ വദനം ശാന്തമായിരുന്നു. വലിയൊരു അപരാധത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൽ അദ്ദേഹം അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു. അൽഹംദുലില്ലാ. കൊട്ടാരത്തിന്റെ ഭദ്രമായ ചുവരുകൾക്കുള്ളിൽ വെച്ച് നടന്ന ഈ സംഭവം ഒരാളും അറിയാതിരിക്കട്ടെ. അവരെല്ലാവരും അങ്ങനെ സമാധാനിച്ചു. പക്ഷേ ആ ആഗ്രഹം പൂവണിഞ്ഞില്ല. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്നാണല്ലോ പഴമൊഴി. ഇത് സംഭവിച്ചു കഴിഞ്ഞു. സുലൈഖ രാജ്ഞി തന്റെ അടിമയെ പ്രാപിക്കാൻ ശ്രമിച്ചു. വാർത്ത കാട്ടുതീ പോലെ നാടാകെ പരന്നു. കേട്ടവർ അത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് പ്രചരിപ്പിച്ചു. പ്രണയ വാർത്ത ഒരു ആഘോഷമായി മാറി. സുലൈഖയാണ് പ്രയാസപ്പെട്ടത്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നു. ഇതിനൊരു പരിഹാരം വേണം, സുലൈഖ ചിന്തിച്ചു. പിന്നെ അതിനുള്ള വഴി മെനഞ്ഞെടുത്തു. ഈജിപ്തിലെ പ്രധാന വനിതകൾ, രാജാവിന്റെ വീഞ്ഞുകാരന്റെ ഭാര്യ, റൊട്ടിക്കാരന്റെ ഭാര്യ, ജയിലധികാരിയുടെ സഹധർമ്മിണി, മൃഗസംരക്ഷകന്റെ ഇണ, കാവൽക്കാരന്റെ പത്നി എന്നീ 5 സ്ത്രീകളായിരുന്നു അവർ. സുലൈഖയുടെ പ്രേമകഥ ഇവരാണ് ആദ്യം അറിയുന്നത്. കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം അവർ അറിഞ്ഞു. പിന്നീടത് വ്യാപകമാവുകയായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ആകാര ഭംഗിയും മുഖലാവണ്യവും മിസ്രിലെ സ്ത്രീകൾ കണ്ടറിഞ്ഞിട്ടില്ല. അവർക്ക് യൂസുഫിനെ നേരിൽ കാണിച്ചു കൊടുക്കണം. സുലൈഖ തീരുമാനിച്ചു. അപവാദത്തിൽ നിന്നും രക്ഷപ്പെടണം, അതാണ് ഉദ്ദേശ്യം. അവൾ കൊട്ടാരത്തിൽ ഒരു സദ്യ ഒരുക്കി. സ്ത്രീകളെ മാത്രം ക്ഷണിച്ചുള്ള സദ്യ. വനിതകൾ സുലൈഖയുടെ ക്ഷണം സ്വീകരിച്ചു. കൊട്ടാര രഹസ്യം പുറത്തായ ശേഷം സുലൈഖയെ നേരിൽ കാണാൻ അവർ ആഗ്രഹിക്കുകയായിരുന്നു. എന്തെങ്കിലും ചോദിച്ചറിയണം, അല്ലെങ്കിൽ പാരിഹാസ്യത്തിന്റെ ഒരു നോട്ടമെങ്കിലും സമ്മാനിക്കണം. പലരും അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് സദ്യക്കെത്തിയത്. അണിഞ്ഞൊരുങ്ങി അവർ ആഗതരായി. പ്രമുഖർ ഉൾപ്പെടെ 40 സ്ത്രീകളാണ് സദ്യക്കെത്തിയത്. മനോഹരമായ ഇരിപ്പിടം അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. എല്ലാവരും സന്തോഷഭരിതരാണ്. സുലൈഖ അവരെ സഹർഷം സ്വാഗതം ചെയ്തു. യൂസുഫ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം, സുലൈഖ പറഞ്ഞു. കാര്യം പറയൂ. അനുവദനീയമായ കാര്യമാണെങ്കിൽ അനുസരിക്കാം. അനുവദനീയമായ കാര്യം തന്നെയാണ്. ഇവിടെ അതിഥികളായി ചില സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. അവർക്കിടയിലൂടെ ഒന്ന് നടക്കണം. അവർക്കൊന്ന് ദർശിക്കാൻ വേണ്ടിയാണ്. തന്റെ യജമാനത്തെയാണല്ലോ, അനുസരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. യൂസുഫ് അലൈഹിസ്സലാം കുളിച്ചു, മുടി ചീകി, തലപ്പാവണിഞ്ഞു, രാജകീയമായ വസ്ത്രം ധരിച്ചു. ഇനി അതിഥികൾക്കിടയിലൂടെ പതുക്കെ നടന്നു നീങ്ങണം. അതിന് തയ്യാറായിരിക്കുന്നു. മൂർച്ചയുള്ള ഒരു കത്തിയും ഓരോ മാതള നാരങ്ങയും സ്ത്രീകളുടെ കൈകളിൽ കൊടുത്തു. പഴം മുറിച്ചു ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അഴകിൽ മികച്ചു നിൽക്കുന്ന യൂസുഫ് അലൈഹിസ്സലാം അവർക്കിടയിലൂടെ നടന്നു നീങ്ങിയത്. സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട മാത്രയിൽ അത്ഭുത സ്തംഭരായി. ഹോ, ഇതൊരു മനുഷ്യനല്ല, മാന്യനായ മലക്കാണ്.
അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാം പോയ ശേഷം സ്ത്രീകൾ അവരുടെ കൈകളിലേക്ക് നോക്കി. രക്തം വാർന്നൊഴുകുന്നു. പഴത്തിന് പകരം കൈയാണ് അവർ മുറിച്ചിരിക്കുന്നത്. സൗന്ദര്യം കണ്ട് അന്താളിച്ച അവർ കൈ മുറിച്ചത് അറിഞ്ഞിരുന്നില്ല. മഹാത്ഭുതം! ഇതുപോലെ സൗന്ദര്യമുള്ള ഒരു പുരുഷനെ ഇതുവരെ കണ്ടിട്ടില്ല. വെറുതെയല്ല സുലൈഖ അനുരാഗനിമഗ്നനായത്. അവർ അടക്കം പറയുകയുണ്ടായി. എന്നാലും സുലൈഖയെ സമ്മതിക്കണം. അല്ലയോ വനിതകളെ, നിങ്ങൾ എന്താണ് കൈമുറിച്ചു കളഞ്ഞിരിക്കുന്നത്? ഒരു തവണ യൂസുഫിനെ കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കൂ. വർഷങ്ങളായി ഞാൻ യൂസുഫിനെ കാണുകയാണ്. ഈ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. സ്ത്രീകൾ ലജ്ജിച്ചു തല താഴ്ത്തി. ഞാൻ യൂസുഫിനെ പ്രണയിച്ചിരിക്കുന്നു. എനിക്കതിൽ നിന്നും പിന്മാറാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിൽ യൂസുഫ് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, സുലൈഖ അവരോട് ആവശ്യപ്പെട്ടു. തോഴിമാർ സുലൈഖയെ സ്വാന്തനപ്പെടുത്തി. നിന്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ നിന്നെ സഹായിക്കാം, തീർച്ച. വിരുന്ന് കഴിഞ്ഞ് അതിഥികൾ യാത്ര പറഞ്ഞിറങ്ങി. ഏതാനും പേർ ഒഴികെ അവർ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. സ്വകാര്യമായി അവരിൽ ചിലർ യൂസുഫ് അലൈഹിസ്സലാമിനെ സമീപിച്ചു. സുലൈഖയുടെ അനുരാഗത്തെ സംബന്ധിച്ച് അവർ അറിയിച്ചു. അവളുടെ ആഗ്രഹം സഫലീകരിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിൽ അഭയം തേടി. അഭ്യർത്ഥന നിരസിച്ചു. അടുത്ത ദിവസവും ആ സ്ത്രീകൾ വന്നു. യൂസുഫിനെ സമീപിച്ചു. ദിവസങ്ങൾ ഇത് തുടരുകയാണ്. സ്ത്രീകൾ പിന്മാറുന്ന ലക്ഷണമില്ല. പെണ്ണ് ചിലപ്പോൾ പിശാചിന്റെ കെണിവലയായി തീരാറുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം വലിയ പ്രയാസത്തിലായി. ഇനി എന്തു ചെയ്യും? ഇതിനേക്കാളും നല്ലത് കാരാഗ്രഹമാണ്. അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകി. അല്ലാഹുവേ, ഈ സ്ത്രീകൾ എന്നെ നീചകൃത്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ എന്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ ഉത്തമം ജയിൽവാസമാകുന്നു. അവരുടെ കുതന്ത്രങ്ങൾ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അതിൽ അകപ്പെടുന്നതിന് മുമ്പ് നീ എന്നെ രക്ഷപ്പെടുത്തണേ. മനസ്സറിഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. എത്ര ശ്രമിച്ചിട്ടും യൂസുഫ് വഴങ്ങുന്നില്ല. തോഴിമാർ പരാജയപ്പെട്ടു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹത്തെ അനുനയിക്കുന്നതിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു. അവർ സുലൈഖയെ അറിയിച്ചു. വിവരമറിഞ്ഞ സുലൈഖ ക്രൂരയായി. യൂസുഫിനെ ഞാൻ ജയിലിലടക്കും. ജയിൽ ജീവിതം അനുഭവിക്കുമ്പോൾ താനെ വഴിക്കുവരും. അവൾ രാജകൊട്ടാരത്തിലെത്തി. തന്റെ സഹോദരനാണല്ലോ രാജാവ്. കുശലാന്വേഷണങ്ങൾക്കു ശേഷം സുലൈഖ തന്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. തന്റെ അടിമ കനാൻകാരനായ ആ യുവാവ് സ്വഭാവ ദോഷമുള്ള വ്യക്തിയാണ്. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്താണ് ചെയ്യേണ്ടത്? രാജാവ് ചോദിച്ചു. ജയിലിൽ അടക്കണം. കുറച്ചു കാലം ജയിലിൽ കഴിയട്ടെ. രാജാവ് സുലൈഖയുടെ ആവശ്യം അംഗീകരിച്ചു. ഇക്കാര്യം സുലൈഖ ഭർത്താവിനെയും അറിയിച്ചു. അതെ, അത് നല്ല കാര്യമാണ്. അല്പകാലം യൂസുഫിനെ കാണാതിരിക്കുന്നത് നീ നല്ലവരാകാൻ കാരണമായേക്കും. അസീസിന്റെ അഭിപ്രായം അങ്ങനെയായിരുന്നു. ഭാര്യയുടെ പ്രണയം അദ്ദേഹം അറിഞ്ഞതാണല്ലോ. ഉദ്യോഗസ്ഥർ അസീസിന്റെ കൊട്ടാരത്തിലെത്തി. അവരിൽ പോലീസുകാരും ഉണ്ടായിരുന്നു. അവർ യൂസുഫ് അലൈഹിസ്സലാമിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ അടച്ചു. നാട്ടിൽ അത് വാർത്തയായി. എന്ത് തെറ്റാണ് യൂസുഫ് ചെയ്തത്? ഒരു നിരപരാധിയെ തുറങ്കിലടക്കുകയോ? അടിമയല്ലേ, ഗൗരവമായ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ശിക്ഷിക്കപ്പെടും. പിന്നീട് അഭിപ്രായങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. തടവുകാരുടെ വേഷമണിഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിലേക്ക് പോയി. കൈറോ പട്ടണത്തിന്റെ തെക്കുഭാഗം സഹാറ എന്ന സ്ഥലത്തായിരുന്നു ഈ ജയിൽ എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റു നിഗമനങ്ങളും ഈ വിഷയത്തിലുണ്ട്. ജയിൽവാസം യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആ മുഖത്ത് മ്ലാനതകളൊന്നുമില്ല. ഒരു മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നതിൽ ആശ്വാസമാണ്. തടവിലാണെങ്കിലും ഇനി സ്വതന്ത്രമായി ആരാധനയിൽ മുഴുകാമല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമാണുള്ളത്. തടവറക്കകത്തെ ഒരു ഉണങ്ങിയ വൃക്ഷത്തിനു സമീപം യൂസുഫ് അലൈഹിസ്സലാം തന്റെ ആരാധനാ സ്ഥലമായി തിരഞ്ഞെടുത്തു. തടവുകാരെല്ലാം യൂസുഫിനെ ശ്രദ്ധിക്കുകയായിരുന്നു അത്ഭുതത്തോടെ. അവരിൽ കുറ്റവാളികളും അല്ലാത്തവരുമുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് ഉപദേശങ്ങൾ നൽകി. അവരുടെ മനസ്സുകളെ
വിമലീകരിച്ചു. അല്പകാലം കൊണ്ട് ജയിൽവാസികളെല്ലാം സദ്വൃത്തരായി തീർന്നു. യൂസുഫ് അലൈഹിസ്സലാമിനോടൊപ്പം 2 യുവാക്കളെയും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരുന്നു. അടിമകളായിരുന്നു അവർ. ഒരാൾ രാജാവിന്റെ പാചകക്കാരനായിരുന്നു. ഭക്ഷണത്തിൽ വിഷം കലർത്തി രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റം. മറ്റേയാൾ വീഞ്ഞു കൊണ്ടുവന്നിരുന്ന വ്യക്തിയായിരുന്നു. രാജാവിനെ അപായപ്പെടുത്താൻ ഉദ്ദേശിച്ച പാചകക്കാരനെ സഹായിച്ചു എന്നതാണ് അദ്ദേഹത്തിൽ ചാർത്തിയ കുറ്റം. സത്യത്തിൽ അവർ നിരപരാധികളായിരുന്നു. ജയിൽ അധികൃതർ യൂസുഫ് അലൈഹിസ്സലാമിനെ വളരെയേറെ ആദരിച്ചു. ഒരു ജയിൽ പുള്ളിയായിട്ടല്ല, ഒരു അതിഥിയായിട്ടാണ് അവർ അദ്ദേഹത്തെ കണക്കാക്കിയത്. താമസിക്കാൻ പ്രത്യേക മുറി നൽകി ആരാധനാ സൗകര്യവും ഏർപ്പെടുത്തി കൊടുത്തു. യൂസുഫ് അലൈഹിസ്സലാം കുറ്റവാളിയല്ലെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. സുലൈഖ ഇടയ്ക്കിടയ്ക്ക് ജയിലിലെത്തും. യൂസുഫ് അലൈഹിസ്സലാമിനെ കാണലാണ് ഉദ്ദേശ്യം. അദ്ദേഹത്തെ കാണാതിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിനോടുള്ള സ്നേഹം. അതീവ സുന്ദരിയാണ് സുലൈഖ. അവർ സന്ദർശകയായി ജയിലിലെത്തുമ്പോൾ തടവുകാർ അടുത്തുകൂടും. ആർക്കെങ്കിലും മോചനമുണ്ടോ, എന്തെങ്കിലും സമ്മാനമുണ്ടോ എന്നൊക്കെ അറിയാനാണ് ഉദ്ദേശം. പിന്നെ ആ സൗന്ദര്യം ആസ്വദിക്കലും. ആളുകൾ പിരിഞ്ഞു പോകുന്നത് വരെ അവൾ അവിടെ ചിലവഴിക്കും. ആളുകൾ പോയി കഴിഞ്ഞാൽ സുലൈഖ ജയിൽ അധികൃതരോട് ഉപദേശിക്കും. യൂസുഫ് അലൈഹിസ്സലാം കുറ്റവാളിയല്ല, അദ്ദേഹത്തെ മാന്യമായി ഇടപഴകണം. നല്ല താമസ സ്ഥലവും നല്ല ഭക്ഷണവും നൽകണം. യൂസുഫ് അലൈഹിസ്സലാം പ്രവാചകനായിരുന്നല്ലോ. പ്രവാചകന്മാർക്ക് ദിവ്യബോധനം ലഭിച്ചുകൊണ്ടിരിക്കും. അതിനു പുറമെ യൂസുഫ് അലൈഹിസ്സലാമിന് സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള പരിജ്ഞാനമുണ്ടായിരുന്നു. സഹകാരികളിൽ ആർക്കെങ്കിലും സ്വപ്നദർശനമുണ്ടായാൽ അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം വിശദമാക്കി കൊടുക്കുമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ആഗമനത്തോടെ ആ തടവറ ഒരു ആത്മീയ കേന്ദ്രമായി പരിണമിച്ചു. അന്തേവാസികളെല്ലാം സന്തുഷ്ടരായി തീർന്നു. ഒരു പ്രഭാതവേള. തടവുകാർ പലരും സുഷുപ്തിയിലാണ്. യൂസുഫ് അലൈഹിസ്സലാം പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ ഉണരുന്നത് ഐശ്വര്യത്തിന് കാരണമാണ്, ആരോഗ്യദായകമാണ്. സത്യവിശ്വാസികളുടെ ചര്യയും അതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ 2 യുവാക്കൾ എത്തി. അവർ തടവുകാരാണ്. യൂസുഫ് അലൈഹിസ്സലാമിനോടൊപ്പം തടവിലാക്കപ്പെട്ടവർ. അവരിൽ ഒരാൾ പറഞ്ഞു. അവന്റെ പേര് സർഹം എന്നായിരുന്നു. രാജാവിന്റെ പാചകക്കാരനായ അടിമയാണ് സർഹം. രാജാവിന്റെ ശത്രുക്കൾ സർഹമിനെ സമീപിച്ചു. ഭക്ഷണത്തിൽ വിഷം കലർത്തി രാജാവിനെ അപായപ്പെടുത്താൻ കൽപ്പിച്ചു. അങ്ങനെ ചെയ്താൽ നിന്നെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാം, ധാരാളം സമ്പത്തും നൽകാം. പക്ഷേ സർഹം വഴങ്ങിയില്ല. പ്രലോഭനങ്ങളെല്ലാം അദ്ദേഹം തിരസ്കരിച്ചു. പിന്നീട് ആ കുറ്റം അദ്ദേഹത്തിൽ തന്നെ വന്നു ചേർന്നു. ഉന്നതന്മാർക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക. യൂസുഫ്, താങ്കൾ സത്യവാനാണ്, സദാചാരവൃത്തനുമാണ്. താങ്കൾക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ അറിയാമല്ലോ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്നെ ചകിതനാകുന്നു. അതിന്റെ പൊരുൾ അറിയണം. സർഹം തുടർന്നു. എന്താണ് താങ്കൾ കണ്ട സ്വപ്നം? പറയൂ, ഞാൻ കേൾക്കട്ടെ. ഞാൻ റൊട്ടി ചുമന്നു കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ പക്ഷികൾ വന്നു എന്റെ തലയിൽ റൊട്ടി കൊത്തി വലിച്ചു തിന്നതാണ് ഞാൻ കണ്ട സ്വപ്നം. ഇത് കേട്ട് മാത്രയിൽ യൂസുഫ് അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലായി. രാജാവിനെ കൊല്ലാൻ ശ്രമിച്ച കൊടും കുറ്റവാളിയായിട്ടാണ് സർഹമിനെ തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. താമസം വിന അവനെ തൂക്കിക്കൊല്ലും എന്നായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. യൂസുഫ് അലൈഹിസ്സലാം അക്കാര്യം അദ്ദേഹത്തെ അപ്പോൾ അറിയിച്ചില്ല. സാവകാശം അള്ളാഹുവിന്റെ വിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അറിയിക്കാൻ വേണ്ടി പിന്തിക്കുകയായിരുന്നു. മറ്റൊരാൾ ബർഹം എന്നാണ് അവന്റെ പേര്. രാജാവിന് മുന്തിരി വീഞ്ഞ് നൽകുന്ന അടിമയാണ് ബർഹം. പാചകക്കാരനായ സർഹമിനെ സഹായിച്ചു എന്നാണ് ബർഹമിന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റം. ഞാൻ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതാണ് സ്വപ്നം കണ്ടത്, ബർഹം പറഞ്ഞു. അതിന്റെ പൊരുളെന്താണ്? ബർഹം കുറ്റമുക്തനായി മോചിക്കപ്പെടും എന്നായിരുന്നു അതിന്റെ വ്യാഖ്യാനം. യൂസുഫ് അലൈഹിസ്സലാം അതും ഗോപ്യമാക്കി വെച്ചു. തങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനം എന്താണെന്നറിയാൻ അവർ പ്രതീക്ഷാ നിർഭരായിരിക്കുകയാണ്.
യൂസുഫ് അലൈഹിസ്സലാം പറയുന്ന വ്യാഖ്യാനം സത്യമായി പുലരുക തന്നെ ചെയ്യും. നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന ആഹാരം എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരാൻ കഴിയും. അതിന്റെ അളവും രുചിയുമെല്ലാം ഞാൻ അറിയിച്ചു തരാം. മറ്റൊരു വിഷയം പറഞ്ഞു അവരുടെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം അറിയിച്ചതുപോലെയുള്ള ഭക്ഷണമാണ് അവർക്ക് ലഭിച്ചത്. അതിന്റെ അളവിലും നിറത്തിലും രുചിയിലും ഒന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. ബർഹമും സർവമും അത്ഭുതപ്പെട്ടു. താങ്കൾ ഇത് എങ്ങനെയാണ് അറിഞ്ഞത്? അവർ ആശ്ചര്യത്തോടെ ചോദിക്കുകയായിരുന്നു. ഇതെല്ലാം അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണ്. എന്റെ രക്ഷിതാവ് അവൻ സർവവിജ്ഞാനിയാകുന്നു. അവനിൽ വിശ്വസിക്കാത്തവരെയും പരലോക നിഷേധികളുടെയും മാർഗം ഞാൻ ഉപദേശിച്ചിരിക്കുന്നു. എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മാർഗത്തെ ഞാൻ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. തലവറയിലെ എന്റെ കൂട്ടുകാരെ, വ്യത്യസ്തരായ പല രക്ഷിതാക്കളാണോ, അതല്ല എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹു ആണോ? ആരാണ് ഉത്തമൻ? തന്നെ സമീപിച്ച വ്യക്തികളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. ആദ്യം ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. അവരെ ആശ്ചര്യഭരിതരും ചിന്താശീലരുമാക്കി. അതിനുശേഷം ഉപദേശങ്ങൾ നൽകുകയുമായിരുന്നു. പൂർവ്വപിതാക്കളെ പരിചയപ്പെടുത്തിയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വാഴ്ത്തിയുമായിരുന്നു ഉപദേശം. ജയിലിലെ തടവുകാർ ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുന്നത് ആദ്യമായിരുന്നു. അവർ പാരമ്പര്യമായി ബഹുദൈവാരാധന ശീലിച്ചവരാണ്. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാം അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചത്. കൗതുകത്തോടെയാണ് അവർ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സംസാരം ശ്രവിച്ചത്. അവരിൽ മനംമാറ്റമുണ്ടായി. ഏകനായ റബ്ബിൽ അവർ വിശ്വാസം അർപ്പിച്ചു. ഭൗതിക ലോകം നശ്വരമാണെന്നും ഇവിടെയുള്ള ശിക്ഷാരക്ഷകളൊന്നും മുഖവിലക്കെടുക്കേണ്ടതില്ലെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. ഇനി ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു തരാം. അതറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ? അതെ, ആഗ്രഹമുണ്ട്. അവർ ധൃതിപ്പെടുകയായിരുന്നു. നിങ്ങളിൽ ഒരാൾ വധിക്കപ്പെടും. ജഡം തെരുവിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക. അത് പറവകളും മറ്റും ഭക്ഷിച്ചു തീർക്കും. അതാരാണെന്ന് അറിയാമല്ലോ? സർഹമാണത്. വ്യാഖ്യാനം കേട്ട സർഹം ശാന്തനായിരുന്നു. ജനിച്ചാൽ ഏതായാലും മരിക്കണമല്ലോ. മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല, മറ്റൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് ശാന്തത നൽകിയത്. ബർഹം, താങ്കൾ കുറ്റവിമുക്തനാകും. മാത്രമല്ല നിങ്ങളുടെ പഴയ തൊഴിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. യൂസുഫ് അലൈഹിസ്സലാം വിശദീകരിച്ചു. രണ്ടു യുവാക്കളും അവരുടെ ഊഴം കാത്തിരുന്നു. വർഷങ്ങളായി ഈ തടവറയിൽ കഴിയുകയാണ്. പലർക്കും മോചനം ലഭിക്കുന്നുണ്ട്. ചിലർ തടവറയിലേക്ക് എത്തുന്നുമുണ്ട്. ബർഹം, ഞാൻ താങ്കളെ ഒരു കാര്യം ചുമതലപ്പെടുത്തുകയാണ്. അക്കാര്യം താങ്കൾ നിറവേറ്റണം, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. ഞാൻ നിറവേറ്റാൻ തയ്യാറാണ്. എന്താണ് കാര്യം? ഞാൻ കുറ്റവാളിയല്ല. അക്കാര്യം രാജാവിനും മന്ത്രിമാർക്കും എല്ലാം അറിയാം. ദുർവൃത്തിയേക്കാൾ ഉത്തമം ജയിലാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇരന്നു വാങ്ങിയതാണ് ഈ ശിക്ഷ. പക്ഷേ ഇത് ഇത്ര ദീർഘിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. എനിക്ക് പുറത്തിറങ്ങണം. ജനങ്ങളെ വഴി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്റെ കാര്യം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അദ്ദേഹം അത് സമ്മതിച്ചു. എനിക്ക് സ്വപ്നവ്യാഖ്യാനം അറിയാമെന്നും ജയിൽ മോചനം ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജാവിനെ അറിയിക്കാനാണ് യൂസുഫ് അലൈഹിസ്സലാം ചുമതലപ്പെടുത്തിയത്. യൂസുഫ് അലൈഹിസ്സലാം പ്രവചിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. തടവറയിൽ നിന്നും മോചിതരായവരിൽ ഒരാൾ വധിക്കപ്പെട്ടു. മറ്റേയാൾ പഴയ ജോലിയിൽ തന്നെ നിയമിക്കപ്പെടുകയും ചെയ്തു. ബർഹം ഏറെ സന്തുഷ്ടനാണ്. പഴയ പദവിയും ജോലിയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞതെല്ലാം ഒരു പേക്കിനാവ് പോലെ അദ്ദേഹം അവഗണിച്ചു തള്ളി. തടവറയിലെ കൂട്ടുകാരനും ഏക ആശ്രയവുമായിരുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ അദ്ദേഹം മറന്നുപോയി. തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരുന്ന കാര്യവും വിസ്മരിച്ചുപോയി. അല്ലെങ്കിൽ പിശാച് അതെല്ലാം മറപ്പിച്ചു കളഞ്ഞു എന്ന് വേണം കരുതാൻ. സുഖസമൃദ്ധി കൈവരുമ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നുപോകൽ മനുഷ്യപ്രകൃതമാണ്.
ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയാണത്. ആഗ്രഹങ്ങളുടെയും അഭിലാഷത്തിന്റെയും വേലിയേറ്റമാണ് ഇതിന് കാരണമായി തീരാറുള്ളത്. 5 വർഷമായി തടവറയിൽ കഴിയുന്നു. തന്റെ സുഹൃത്തിന്റെ ഇടപെടൽ ഉടനെ ഉണ്ടാകുമായിരിക്കും. എനിക്കും മോചനം സാധ്യമാകും, യൂസുഫ് അലൈഹിസ്സലാം ചിന്തിക്കുകയായിരുന്നു. സുലേഖയുടെയും പരിവാരങ്ങളുടെയും ആഗമനവും നിലച്ചിരിക്കുകയാണ്. വർഷങ്ങൾ പിന്നെയും 2 കഴിഞ്ഞു. ഒരു ദിവസം രാജാവ് ഒരു സ്വപ്നം കണ്ടു. തടിച്ചു കൊഴുത്ത 7 പശുക്കൾ, മെലിഞ്ഞൊട്ടിയ 7 എണ്ണവും. മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ തിന്നുകയാണ്. ഞൊടിയിട കൊണ്ട് അവ തിന്നു കഴിഞ്ഞു. ധാന്യങ്ങളായ 7 പച്ചക്കതിരുകൾ, ഉണങ്ങിയ 7 കതിരുകളും. അതായിരുന്നു സ്വപ്നം. രാജാവ് ഞെട്ടിയുണർന്നു. സമയം പാതിരാത്രി ആയിട്ടുണ്ട്. പുലരാൻ ഇനിയും സമയമേറെയുണ്ട്. ആകെ ഒരു അസ്വസ്ഥത. പിന്നെ ഉറക്കം വരുന്നില്ല. സൗകര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും മനസ്സ് വേപത പൂണ്ടാൽ എല്ലാ സുഖവും സസ്തിയാണ്. സ്വപ്നവ്യാഖ്യാനം വശമുള്ളവരെല്ലാം കൊട്ടാരത്തിൽ ഹാജരാവണം. രാജാവ് വിളംബരം ചെയ്തു. സേവകർ അന്വേഷണമായി. അങ്ങനെ പലരും രാജകൊട്ടാരത്തിലെത്തി. പണ്ഡിതന്മാർ അണിനിരുന്ന വിദ്വൽ സദസ്. പ്രൗഢഗംഭീരമായിരുന്നു അത്. രാജാവ് തന്റെ സ്വപ്നവിവരം സദസ്സിൽ അവതരിപ്പിച്ചു. പണ്ഡിതന്മാർ ചിന്താകുലരായി. അവർ പരസ്പരം മുഖാമുഖം നോക്കുകയാണ്. ആരും ഒന്നും ഉരിയാടുന്നില്ല. പ്രതീക്ഷാ നിർഭരരായിരുന്നു രാജാവും പരിവാരങ്ങളും. സദസ്സ് തികഞ്ഞ മൗനത്തിലാണ്. എന്താണ് വ്യാഖ്യാനം? രാജാവ് ചോദിച്ചു. പ്രഭോ, ഇതൊരു പേക്കിനാവാണ്, വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല, അവർ പറഞ്ഞു. രാജാവിന്റെ മുഖം വിവർണമായി. കോപവും നിരാശയും മുഖത്ത് നിഴലിക്കാൻ തുടങ്ങി. ഹേയ്, ഇത് പേക്കിനാവൊന്നുമല്ല. ഇതിൽ എന്തോ സൂചനയുണ്ട്. നാം അറിഞ്ഞിരിക്കേണ്ട സൂചന. നമുക്കത് അറിയണം. അറിഞ്ഞേ മതിയാകൂ. ഗൗരവത്തിലായിരുന്നു സംസാരം. ഒരാൾ തല കുനിച്ച് സദസ്സിലേക്ക് വരുന്നു. ആദരവ് പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. വീഞ്ഞുകാരൻ ബർഹം. ഇവനെന്താ ഇവിടെ കാര്യം? ചിലർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. മഹാരാജാവേ, ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്, വിനയത്തോടെ അവൻ പറഞ്ഞു. എന്താ കാര്യം? പറയൂ. രാജാവ് ഉത്തരവിട്ടു. സ്വപ്നവ്യാഖ്യാനം അറിയുന്ന ഒരാൾ ജയിലിലുണ്ട്. യൂസുഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം മറന്നുപോയതായിരുന്നു. എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വ്യാഖ്യാനം മനസ്സിലാക്കി വരാം. ഉടൻ തന്നെ രാജാവ് ബർഹമിനെ ജയിലിലേക്ക് അയച്ചു. ബർഹം ജയിലിലെത്തി. യൂസുഫ്, ഞാൻ താങ്കളുടെ കാര്യം മറന്നുപോയി, ക്ഷമയാചിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാം ആഗതനെ ആശ്ലേഷിച്ചു. കുശലാന്വേഷണങ്ങൾ നടത്തി. മാന്യമായ ഇടപെടലായിരുന്നു അത്. രാജാവിന്റെ സ്വപ്ന വിവരങ്ങൾ കൈമാറി. തടിച്ച 7 പശുക്കൾ ക്ഷേമകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7 വർഷക്കാലം ക്ഷേമത്തിലായിരിക്കും. കാർഷികോൽപ്പന്നങ്ങൾ സമൃദ്ധമായി വളരുന്നതാണ്. മെലിഞ്ഞ പശുക്കൾ തുടർന്നു വരുന്ന ക്ഷാമത്തെയാണ് അറിയിക്കുന്നത്. മഴയില്ലാതെ വറുതിയുടെ 7 വർഷം തുടർന്നുണ്ടാകുന്നതാണ്. ക്ഷേമകാലത്ത് ക്ഷാമകാലത്തേക്കുള്ളത് കരുതി വെക്കണമെന്നാണ് ധാന്യക്കതിരുകൾ സൂചന നൽകുന്നത്. ആഗതന് സന്തോഷമായി. അവൻ യാത്ര പറഞ്ഞിറങ്ങി. നിമിഷങ്ങൾ കൊണ്ടാണ് കൊട്ടാരത്തിലെത്തിയത്. രാജാവിനെയും പരിവാരങ്ങളെയും വ്യാഖ്യാനം അറിയിച്ചു. ഹൗ, ആശ്വാസമായി. നല്ല വ്യാഖ്യാനം. ഇങ്ങനെയുള്ളൊരു മഹാത്മാവിനെ തടവിലിടുന്നത് ഭൂഷണമല്ല. എനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണണം. കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ഹാജരാക്കൂ. രാജാവ് ഉത്തരവിട്ടു. രാജസേവകർ ജയിലിലെത്തി യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുവരുവാൻ വേണ്ടി. രാജാവിന്റെ സ്വപ്നവും അതിന് യൂസുഫ് അലൈഹിസ്സലാം നൽകിയ വ്യാഖ്യാനവും നാടാകെ അറിഞ്ഞു. നാട്ടുകാർ അത്ഭുത പരതന്ത്രരായി. ആരാണ് യൂസുഫ്? ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു മഹാൻ തന്നെയായിരിക്കും. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ജയിലിലടക്കപ്പെട്ടത്? കാതോട് കാതോരം എല്ലാ കഥകളും പരസ്യമായി. യൂസുഫ് അലൈഹിസ്സലാമിനെ നേരിൽ കാണണം. എങ്ങനെയാണ് കാണുക? അദ്ദേഹം എവിടെയാണ്? അപ്പോഴാണ് അവർ ആ വിവരം അറിയുന്നത്. രാജകൽപ്പനയുണ്ട്. യൂസുഫിനെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ പോകുന്നു. ജനം കൊട്ടാരത്തിലേക്ക് ഒഴുകി. എല്ലാവരുടെയും മനസ്സിലും നാക്കിലും ഒരേ ഒരു നാമം,
യൂസുഫ്, യൂസുഫ്! ജയിലിലെ തടവുകാരും ആ വാർത്തയറിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമുക്ക് അറിവ് പകർന്നു തന്ന ഗുരുനാഥൻ, മനസ്സുകളെ സംരക്ഷിച്ച മഹാത്മാവ്, അതെ, യൂസുഫ് ജയിൽ മോചിതനാവുകയാണ്. കാരാഗ്രഹത്തോട് വിട വാങ്ങുകയാണ്. നിറകണ്ണുകളോടെ അവർ ഒരുമിച്ച് കൂടി. രാജാവിന്റെ ആജ്ഞയുമായി ദൂതർ ജയിലിലെത്തി ആവശ്യം അറിയിച്ചു. ഇല്ല, തൽക്കാലം ജയിലിൽ നിന്നിറങ്ങാൻ ഞാൻ സന്നദ്ധനല്ല. അങ്ങനെയായിരുന്നു യൂസുഫ് അലൈഹിസ്ലാമിന്റെ പ്രതികരണം. ഞാൻ തെറ്റുകാരനല്ല. എന്നെ സംബന്ധിച്ച് ഈജിപ്തിലെ വനിതകൾ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരെന്നെ നീചകർമ്മത്തിലേക്ക് ക്ഷണിച്ചവരാണ്, തെറ്റിദ്ധരിപ്പിച്ചവരാണ്. ആ തെറ്റിദ്ധാരണ മാറണം. അതിനുശേഷം മതി ജയിൽ മോചനം. യൂസുഫ് അലൈഹിസ്ലാം തന്റെ നിലപാട് വ്യക്തമാക്കി. സൽക്കാരവേളയിൽ കൈമുറിച്ച പെണ്ണുങ്ങൾ, അവർക്ക് എന്തു പറ്റി? അവർ വിചാരണ ചെയ്യപ്പെടണം. സത്യാവസ്ഥ അവർ വെളിപ്പെടുത്തട്ടെ. രാജാവും പരിവാരങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൊട്ടാര പരിസരത്ത് വൻ ജനാവലിയുണ്ട്. അബാലവൃദ്ധം ജനങ്ങൾ അവിടെ സംഗമിച്ചിരിക്കുന്നു. യൂസുഫ് അലൈഹിസ്ലാമിനെ കാണാൻ, അവിടുത്തെ വചനങ്ങൾ കേൾക്കാൻ. ദൂതൻ മടങ്ങി വന്നു. കൂടെ യൂസുഫ് അലൈഹിസ്ലാം ഇല്ല. നിരാശ നിറഞ്ഞ നിമിഷങ്ങൾ, സങ്കടവും രോഷവും അവിടെ ഒത്തുചേർന്നു. രാജാവ് സ്ത്രീകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. സുലൈഖയുടെ വിരുന്നിൽ സംബന്ധിച്ചവർ, അപവാദം ആഘോഷമാക്കിയവർ, എല്ലാ കഥകൾ എരിവും പുളിയും ചേർത്ത് പ്രചരിപ്പിച്ചവർ, സുലൈഖയും അവരിലുണ്ട്. അവളുടെ ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുന്നു. തുടുതുടുത്ത കവിളുകൾ ചുളിവുകൾ വീണിരിക്കുന്നു. ജര ബാധിച്ചതുപോലെ ചുറുചുറുക്കും പ്രസരിപ്പുമെല്ലാം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രേമ നൈരാശ്യം അവളെ കാർന്നു തിന്നുകയാണ്. യൂസുഫ് അലൈഹിസ്ലാമിനെ വശീകരിക്കാൻ നിങ്ങൾ കുതന്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്തായിരുന്നു ഉദ്ദേശ്യം? രക്ഷിതാവ് എത്ര പരിശുദ്ധൻ! യൂസുഫിൽ ഞങ്ങൾ യാതൊരു നടപടി ദോഷവും കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു മഹാമനീഷി തന്നെയാണ്. അദ്ദേഹത്തെ വശീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഫലിച്ചില്ല. ആ സ്ത്രീകൾ ഏകസ്വരത്തിൽ പറഞ്ഞു. ഉടനെ അസീസിന്റെ ഭാര്യ മുന്നോട്ട് വന്നു. ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ കുതന്ത്രം പ്രയോഗിച്ചത്. നിശ്ചയം അദ്ദേഹം സത്യസന്ധരിൽപ്പെട്ടവനാകുന്നു. ഹോ, ഇത് പറഞ്ഞു തീർന്നപ്പോൾ വല്ലാത്തൊരാശ്വാസം. സുലൈഖ ആശ്വാസത്തിന്റെ നിശ്വാസനം അയച്ചു. മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷിച്ചു. യൂസുഫ് അലൈഹിസ്ലാമിൽ കുറ്റം ചുമത്തി ജയിലിലടച്ചതിൽ സുലൈഖയ്ക്ക് ഖിന്നതയുണ്ടായിരുന്നു, കുറ്റബോധമുണ്ടായിരുന്നു. നിഷ്കളങ്ക മനസ്സിന്റെ ലക്ഷണമാണത്. വനിതകളുടെ ഈ കുറ്റസമ്മതത്തിന് അസീസും സാക്ഷിയായിരുന്നു. ഇല്ല, എന്റെ സഹധർമ്മിണി എന്നെ വഞ്ചിച്ചിട്ടില്ല. എന്റെ വിശ്വാസം സ്ഥാനത്ത് തന്നെയായിരുന്നു. യൂസുഫ് അലൈഹിസ്ലാം നിരപരാധിയാണ്, സർവജ്ഞനാണ്. എല്ലാവർക്കും അത് ബോധ്യമായി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വിവരിച്ചു തന്നതിന് പകരമായി എനിക്ക് ജയിൽ മോചനം വേണ്ട. പ്രത്യേക കുറ്റവിമുക്തനായതിനാലുള്ള മോചനം, അതാണ് ആവശ്യം. അതിനാണ് സ്ഥായിയായിട്ടുള്ളത്, മാധുര്യമുള്ളത്. യൂസുഫ് അലൈഹിസ്ലാം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. എത്ര ക്ഷണികമായാണ് അന്തരീക്ഷം മാറിയത്. യൂസുഫ് അലൈഹിസ്ലാമിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയല്ല, കൊട്ടാരത്തിലേക്ക് ആനയിക്കുകയാണ്. രാജകീയ പ്രൗഢിയോടെയാണ് ആനയിക്കുന്നത്. ഒരാഘോഷം പോലെ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വഴിയോരങ്ങളിലെല്ലാം തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചിരിക്കുന്നു. ആഭരണങ്ങളാൽ അലങ്കരിച്ച കുതിരകളും രാജകീയ വസ്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. 70 അശ്വഭടന്മാർ അടങ്ങിയ ഒരു സംഘമാണ് ജയിൽ പരിസരത്ത് എത്തിയത്. ഏറ്റവും മനോഹരമായ കുതിരയെ യൂസുഫ് അലൈഹിസ്ലാമിന് സഞ്ചരിക്കാനായി രാജാവ് അയച്ചു കൊടുത്തു. ജയിൽ മുതൽ കൊട്ടാരം വരെയുള്ള പാതയോരങ്ങളിൽ ഭടന്മാർ അണിനിരന്നിരുന്നു. ദൗത്യസംഘം തടവറയിലെത്തി യൂസുഫ് അലൈഹിസ്ലാമുമായി സംസാരിച്ചു. യാത്രക്ക് തയ്യാറായി. ജയിൽ വസ്ത്രം മാറ്റി രാജകീയ ഉടയാടയണിഞ്ഞു. വാഹനവും വസ്ത്രവും യൂസുഫ് അലൈഹിസ്ലാമിനായി പ്രത്യേകം തയ്യാറാക്കിയതായിരുന്നു.
ജയിലിന്റെ കവാടം. അകത്തേക്ക് കയറുമ്പോൾ അത് ദുഃഖത്തിന്റെ കവാടമാണ്. കുറ്റവാളികൾക്കും അല്ലാത്തവർക്കും മോചനം നേടി പുറത്തേക്കിറങ്ങുമ്പോൾ അത് സന്തോഷത്തിന്റെ കവാടമായി മാറുന്നു. ആ കവാടത്തിൽ യൂസുഫ് അലൈഹിസ്സലാം എഴുതി വെച്ചു, തദ്ദേശീയർക്ക് മനസ്സിലാകുന്ന ഹിബ്രു ഭാഷയിൽ, ഇത് പരീക്ഷണങ്ങളുടെ വീട്, ജീവിച്ചിരിക്കുന്നവരുടെ കുഴിമാടം, എതിരാളികളുടെ പീഡന സംവിധാനം, സഹതടവുകാരുടെ സ്നേഹാനുഭവം. ജയിലിലെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞു. അവർ കണ്ണീർ പൊഴിക്കുകയുണ്ടായിരുന്നു. വിട, ഇത്രയും നാൾ ചെലവഴിച്ച കാരാഗ്രഹത്തിനോട് വിട. വസ്ത്രം ധരിച്ച് തലപ്പാവണിഞ്ഞ് കുതിരപ്പുറത്ത് കയറി യാത്രയായി. പട്ടാളക്കാർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജകുമാരനെ ജനങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. അല്പസമയത്തിനകം സംഘം കൊട്ടാരത്തിലെത്തി. അല്ലാഹുവേ, നിന്റെ നന്മയാൽ അദ്ദേഹത്തിന്റെ നന്മ ഞാൻ ചോദിക്കുന്നു. നിന്റെ പ്രതാപത്താൽ അദ്ദേഹത്തിന്റെ തിന്മയിൽ നിന്ന് അഭയം തേടുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ പ്രവേശിച്ചത്. തുടർന്ന് രാജാവിന്റെ നന്മയ്ക്ക് വേണ്ടിയും ദുആ ചെയ്തു. രാജാവിനെ കണ്ട മാത്രയിൽ അഭിവാദ്യം അർപ്പിച്ചു. അറബി ഭാഷയിലായിരുന്നു അഭിവാദ്യം. ഇത് ഏതാണ് ഭാഷ? രാജാവ് ചോദിച്ചു. എന്റെ പിതൃവ്യൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഭാഷയാണിത്. പിന്നീട് ഹിബ്രു ഭാഷയിൽ പ്രാർത്ഥന നടത്തി. ഇത് ഏത് ഭാഷയാണ്? രാജാവ് വീണ്ടും ചോദിച്ചു. ഇതിന്റെ പിതാക്കന്മാരുടെ ഭാഷയാണ്. ധാരാളം ഭാഷകൾ അറിയാമായിരുന്ന രാജാവിന് അറബിയും ഹിബ്രുവും വേണ്ടത്ര വശമില്ലായിരുന്നു. രാജാവ് വ്യത്യസ്ത ഭാഷകളിൽ യൂസുഫ് അലൈഹിസ്സലാമിനോട് സംസാരിച്ചു. ആ ഭാഷകളിലെല്ലാം മറുപടി പറയുകയും ചെയ്തു. രാജാവിന്റെയും പ്രജകളുടെയും അത്ഭുതങ്ങൾക്ക് അതിരുകൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വിശദമാക്കി കൊടുത്തു. വ്യാഖ്യാനം മാത്രമല്ല, സ്വപ്നവും വിവരിക്കുകയായിരുന്നു. താങ്കൾ നൈൽ നദിയുടെ തീരത്തായിരുന്നു. അപ്പോഴാണ് 7 പശുക്കൾ വന്നത്. തടിച്ചു കൊഴുത്തതും അകിടിൽ പാൽ നിറഞ്ഞതുമായിരുന്നു അവ. നദിയിൽ നിന്നാണ് അവ ആഗതനായത്. ഉടനെ മൈതാനിയിൽ നിന്ന് വയറൊട്ടിയ 7 പശുക്കൾ വന്നു. അവയ്ക്ക് കരടിയുടേത് പോലെയുള്ള പല്ലുകൾ ഉണ്ടായിരുന്നു. ആർത്തിയോടെ തടിച്ചു കൊഴുത്ത 7 പശുക്കളെ അവ തിന്നു കളഞ്ഞു. പിന്നെ 7 പച്ചക്കതിർക്കുലകളെയാണ് കണ്ടത്. അത് മനോഹരമായിരുന്നു. തൊട്ടടുത്തു തന്നെ ഉണങ്ങിയ കതിർക്കുലകളും ഉണ്ടായിരുന്നു. തൽക്ഷണം ഒരു അഗ്നിജ്വാലയുണ്ടായി. പച്ചക്കതിരുകൾ അഗ്നിയായി തീർന്നു. രാജാവ് ആശ്ചര്യഭരിതനായി. അത്ഭുതത്താൽ കണ്ണുകൾ വിടർന്നു. താൻ കണ്ട കിനാവും ഇതിന്റെ വ്യാഖ്യാനവും കൃത്യമായി വിവരിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? എങ്ങനെ പഠിച്ചു? രാജാവ് അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് ദിവ്യബോധനമായി ലഭിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേനയാണ് ബോധനം ലഭിക്കുന്നത്. ജിബ്രീൽ? അതാരാണ്? എനിക്ക് അറിയില്ലല്ലോ, രാജാവ് പറഞ്ഞു. അള്ളാഹു അവന്റെ ദൂതന്മാർക്ക് ദിവ്യ സന്ദേശം എത്തിക്കുന്ന മാലാഖയാണത്. അദൃശ്യകാര്യങ്ങൾ മലക്ക് മുഖേന അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. രാജാവിന്റെ അത്ഭുതം വർദ്ധിച്ചു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ വാക്കുകൾക്കായി അദ്ദേഹം കാതോർക്കുകയാണ്. വരാനിരിക്കുന്ന ക്ഷാമകാലത്തെ നേരിടാൻ നാം എന്തു ചെയ്യും? രാജാവ് അന്വേഷിച്ചു. അതിന് പരിഹാരമുണ്ട്. കൃഷിഭൂമിയെല്ലാം ഉപയോഗപ്പെടുത്തണം. ജനങ്ങളെല്ലാവരും കൃഷിയിൽ വ്യാപൃതരാവട്ടെ. ആവശ്യം കഴിച്ച് ബാക്കി വരുന്ന ധാന്യങ്ങൾ അതിന്റെ തൊലിയോടും കതരോടും കൂടി സൂക്ഷിക്കണം. ശരിയായ ആസൂത്രണമുണ്ടെങ്കിലേ വറുതിയിലാക്കാൻ കഴിയുകയുള്ളൂ. ഓരോ കുടുംബത്തെയും സംബന്ധിച്ചുള്ള ശരിയായ വിവരം ഭരണകൂടത്തിൽ ഉണ്ടായിരിക്കണം. എത്ര അംഗങ്ങളുണ്ട്, അവർക്ക് എത്ര അളവിൽ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് തുടങ്ങിയ കണക്കാണ് ഉണ്ടാക്കേണ്ടത്. രാജാവിന് പരിഭ്രമമായി. ഇതെങ്ങനെ സാധ്യമാകും? ആരോട് സഹായം തേടും? താങ്കളെ ഞാൻ സഹായിക്കും, ഒട്ടും ഭയപ്പെടേണ്ടതില്ല. യൂസുഫ് അലൈഹിസ്സലാം രാജാവിനെ സാന്ത്വനപ്പെടുത്തി. യൂസുഫ് അലൈഹിസ്സലാമിന്റെ സംസാരത്തിൽ രാജാവിന് സന്തോഷമായി. ആത്മവിശ്വാസം വർദ്ധിച്ചു. താങ്കളെ ഞാൻ എന്റെ പ്രത്യേകക്കാരിൽ ഉൾപ്പെടുത്തുകയാണ്. ഭരണകാര്യത്തിൽ താങ്കളുടെ സഹായം അനിവാര്യമായിരിക്കുന്നു, രാജാവ് അറിയിച്ചു. രാജാവ് തന്റെ മോതിരം നൽകി അധികാര കൈമാറ്റം നടത്തി. ഉടവാൾ ധരിപ്പിച്ചു. സ്വർണത്താലുള്ള ഒരു സിംഹാസനം നിർമ്മിച്ചു.
മുത്തും പവിഴവും പതിച്ച് മനോഹരമാക്കിയിരുന്നു ആ സിംഹാസനം. ജനങ്ങൾ ആദരപൂർവ്വം യൂസുഫ് അലൈഹിസ്സലാമിനെ വണങ്ങി. പുതിയ ഭരണാധിപന്റെ സ്ഥാനാരോഹണത്തിന് ആയിരങ്ങൾ സാക്ഷികളായി. അക്കാലത്തെ ഭരണത്തിന്റെ സുപ്രധാന വിഭാഗമായ ഭക്ഷ്യവകുപ്പിന് യൂസുഫ് അലൈഹിസ്സലാമിന്റെ അധികാരത്തിലായി. ജനങ്ങൾ സന്തുഷ്ടരായി തീർന്നു. ഭരണാധികാരിയിൽ വിശ്വാസവും സ്നേഹവും ഉണ്ടാകുമ്പോൾ ഭരണീയർ അനുസരണമുള്ളവരും കർമ്മോത്സുകരുമായി തീരുന്നു. കൃഷിയിൽ മുഴുകാനാണ് ഭരണാധികാരി ജനങ്ങളെ ഉപദേശിച്ചത്. ഉപദേശം എല്ലാവരും സ്വീകരിച്ചു. വിനോദവും വിശ്രമവും എല്ലാം മാറ്റിവെച്ച് ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ എല്ലാ സ്ഥലങ്ങളും കൃഷിയിടങ്ങളായി. സമൃദ്ധിയായി വളരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കാർഷിക വിഭവങ്ങൾ സുലഭമായി. ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഗോഡൌണുകൾ ഉയർന്നു തുടങ്ങി. ഓരോ വിളവെടുപ്പിലും ബാക്കി വരുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കുകയാണ്. കേടാവാതിരിക്കാനുള്ള ശാസ്ത്രീയ രൂപത്തിലാണ് ഗോഡൌണുകളിൽ സൂക്ഷിക്കപ്പെടുന്നത്. തൊഴിലിന്റെ മഹത്വം, കൃഷിയിലൂടെയുള്ള സമ്പാദ്യം, നാളേക്ക് വേണ്ടി കരുതി വെക്കാനുള്ള ബോധം, അനുസരണശീലം തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം പുതിയ ഭരണാധികാരിയിൽ നിന്നും ജനങ്ങൾ സ്വായത്തമാക്കി. യൂസുഫ് അലൈഹിസ്സലാം എന്ന പുതിയ ഭരണാധിപൻ കൊട്ടാര കൊത്തകങ്ങളിൽ ഉപവിഷ്ടനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. രാജകീയ പ്രൗഢിയിൽ പരിവാരങ്ങളോടൊപ്പം ഊരു ചുറ്റുന്ന സ്വഭാവക്കാരനുമായിരുന്നില്ല. ഒരേ സമയം അദ്ദേഹം രാജാവും പ്രജയുമായിരുന്നു. ജനമധ്യേ ജനങ്ങളിൽ ഒരുവനായി സേവന നിരതനായിരുന്നു അദ്ദേഹം. ആവശ്യത്തിനുള്ള മഴ വർഷിച്ചു. നൈൽ നദി പൂർവോപരി ജലനിബിഡമായി. കനാലുകൾ വഴി കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം സുഗമമായി. അതോടെ രാജ്യം സമ്പൽ സമൃദ്ധമാവുകയായിരുന്നു. രാജ്യഭരണത്തോടൊപ്പം ദീനി പ്രബോധനവും നടന്നു. സത്യമാർഗം സ്വീകരിക്കാൻ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വരികയായിരുന്നു. ഈജിപ്തിന്റെ സുവർണകാലമാണ് സംജാതമായിരിക്കുന്നത്. അനുസരണാശീലമില്ലാത്തവരും അക്രമികളും അഴിമതിക്കാരും ഭരണമാറ്റത്തിൽ ചകിതരായി. അവരുടെ ദുസ്വഭാവങ്ങൾ അവർ തീർത്തേണ്ടി വന്നു. കാലചക്രം കറങ്ങുകയാണ്. ഋതുക്കൾ മാറി മാറി വന്നു. കുട്ടികൾ യുവാക്കളായി, യുവാക്കൾ വൃദ്ധന്മാരായി. ആ ഇടയ്ക്കാണ് അസീസ് രോഗിയാവുന്നത്. സുലൈഖയുടെ പ്രിയതമൻ, ഈജിപ്തിന്റെ ഗവർണർ, രോഗം മൂർച്ഛിച്ചു. ചികിത്സകളൊന്നും ഫലപ്പെട്ടില്ല. താമസം വിന അദ്ദേഹം മരണപ്പെട്ടു. സുലൈഖ വിധവയായി, ഒറ്റപ്പെടുകയും ചെയ്തു. മക്കളില്ലാത്ത വ്യഥ അവർ ശരിക്കും അനുഭവിച്ചു. അമ്പരചുംബിയായ കൊട്ടാരത്തിൽ ദുഃഖം തളം കെട്ടി നിന്നു. അസീസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് അത് ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. യൂസുഫ് നബിയിൽ തന്നെയാണ് അതും വന്നു ചേർന്നത്. സുലൈഖയെ അത് സന്തോഷവതിയാക്കി. ഇപ്പോഴും യൂസുഫിന് വേണ്ടിയാണ് സുലൈഖയുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു. ക്ഷേമകാലം ഇനി അധികമില്ല. ജനങ്ങൾ ജാഗരൂകരാണ്. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവൃത്തിയുമാണ്. ജനങ്ങളുടെ സ്ഥിതിഗതികൾ നേരിട്ടറിയണം. അവരുടെ പരാതികൾ കേൾക്കണം. അതിനുവേണ്ടി ഒരു പദ്ധതി രൂപവൽക്കരിച്ചു. ജനസമ്പർക്ക പരിപാടി. പരിവാരങ്ങൾ സഹിതമാണ് രാജാവ് യൂസുഫ് അലൈഹിസ്സലാം ഓരോ സ്ഥലത്തും തമ്പടിക്കുന്നത്. തദ്ദേശീയരെല്ലാം ഭരണാധിപനെ കണ്ട് ആവശ്യങ്ങൾ അറിയിക്കുന്നു. എല്ലാ പരാതികളും കേട്ട് അവയ്ക്കുള്ള പരിഹാരം കണ്ടതിനു ശേഷമാണ് അടുത്ത ക്യാമ്പിലേക്ക് നീങ്ങുക. നൂതനമായ ഈ കർമ്മ പദ്ധതി ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തി. എതിരാളികളില്ലാത്ത ഭരണമായിരുന്നു അത്. എല്ലാവരും സന്തുഷ്ടരാണ്. രാജാവ് വെളിപ്പാടകളെയുണ്ട്. വിജനമായ ഒരു ഭൂപ്രദേശം. അങ്ങിങ്ങായി ചില കുടിലുകളുണ്ട്. അല്പമകലെ ജനവാസ കേന്ദ്രമാണ്. ശാന്തസുന്ദരമായ നാട്ടിൻപുറം. അങ്ങോട്ടാണ് രാജാവിന്റെ യാത്ര. കൂടെ പരിവാരങ്ങളുമുണ്ട്. കുതിരപ്പുറത്താണ് സഞ്ചാരം. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ഒരു ദയനീയ സ്വരം കേട്ടു. പരിചയമുള്ള ശബ്ദം പോലെ. അവർ കാതോർത്തു. അതാ ആ കാണുന്ന കുടിലിൽ നിന്നാണ് ശബ്ദം. ഒരു കിഴവി അവിടെ വടിയിൽ ഒന്ന് നിൽക്കുന്നുണ്ട്. രാജാക്കന്മാരെ അവരുടെ ചെയ്തികൾ കാരണം അടിമകളാക്കുകയും
അടിമകളെ അവരുടെ അനുസരണം മൂലം രാജാക്കന്മാരാക്കുകയും ചെയ്ത നാഥൻ എത്ര പരിശുദ്ധൻ! അതായിരുന്നു ആ കേളി പറഞ്ഞുകൊണ്ടിരുന്നത്. കിഴവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ യാത്രാസംഘം അവിടെ നിന്നു. ചിന്താർഹമായ വാക്കുകൾ. ആ കിഴവിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്താണ് അവരുടെ ആവശ്യം? ഞാൻ അറിയട്ടെ. യൂസുഫ് അലൈഹിസ്ലാം ഉത്തരവിട്ടു. ഞൊടിയിടകൊണ്ട് സേവകന്മാർ വൃദ്ധയെ കൊണ്ടുവന്നു. അവർക്ക് കാഴ്ചക്കുറവുണ്ട്, ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാലിന് സ്വാധീനക്കുറവുമുണ്ട്. ഊന്നുവടിയുടെ സഹായത്തോടെയാണ് സഞ്ചാരം. യൂസുഫ് അലൈഹിസ്ലാം അവരെ അടുത്തേക്ക് വിളിച്ചു. നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ആവശ്യം? ചോദ്യം കേട്ട് അവർ പകച്ചു നിന്നു. യൂസുഫേ, താങ്കൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ സുലൈഖയാണ്. നീണ്ട കാലം താങ്കളെ പരിപാലിച്ച രാജ്ഞിയായിരുന്ന സുലൈഖ. യൂസുഫ് അലൈഹിസ്ലാം അത്ഭുതപ്പെട്ടു നിന്നു. എത്ര സുന്ദരിയും ധനികയുമായിരുന്നു ഇവർ! സദ്വൃത്തനും സത്യസന്ധനുമായി ജീവിച്ചപ്പോൾ താങ്കൾക്ക് അല്ലാഹു ഔന്നത്യം നൽകി, സർവ ആദരവും നൽകി. കുതന്ത്രവും വക്രബുദ്ധിക്കാരിയുമായിരുന്ന എന്നെ നിന്ദയാക്കുകയും ചെയ്തു. ജീവിത വിജയത്തിന് ആവശ്യമായത് സത്യസന്ധത തന്നെയാണ്. സുലൈഖ, നിനക്ക് എന്ത് സംഭവിച്ചു? നീ ധനികയായിരുന്നല്ലോ. യൂസുഫ് അലൈഹിസ്ലാം ചോദിച്ചു. ഞാൻ ധനികയായിരുന്നു. കണക്കില്ലാത്ത സ്വർണവും രത്നവും എന്റെ ഉടമയിലുണ്ടായിരുന്നു. അമ്പരച്ചുംബിയായ കൊട്ടാരവും ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നഷ്ടമായി. ഞാൻ അങ്ങയെ സ്നേഹിച്ചിരുന്നല്ലോ. എന്റെ ജീവനേക്കാൾ ഉപരിയായിരുന്നു സ്നേഹം. അങ്ങയുടെ ജയിൽവാസത്തിന് ശേഷം ഞാൻ വളരെയേറെ ദുഃഖിതയായി. ഊണില്ലാത്ത ഉറക്കമില്ലാത്ത എത്ര രാപ്പകലുകളാണ് ഞാൻ തള്ളി നീക്കിയത്. കരഞ്ഞു കരഞ്ഞ് എന്റെ കാഴ്ചക്ക് ക്ഷതമേറ്റു. ഇല്ല, എനിക്ക് ഒന്നും കാണേണ്ടതില്ല. എന്റെ യൂസഫിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്റെ അടുക്കൽ വന്ന ആരെങ്കിലും യൂസഫിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ ഞാൻ അവർക്ക് രത്നം കൊടുക്കുമായിരുന്നു. രത്നം തീർന്നപ്പോൾ സ്വർണം കൊടുക്കാൻ തുടങ്ങി. ധാരാളം ആളുകൾ വന്ന് അങ്ങയുടെ ഗുണങ്ങൾ പറയാൻ തുടങ്ങി. അവർക്കെല്ലാം ഉപഹാരങ്ങൾ നൽകി എന്റെ സമ്പത്ത് മുഴുവനും തീർന്നുപോയി. എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല. എന്റെ പ്രിയതമൻ അസീസ്, അദ്ദേഹത്തിന്റെ മരണത്തോടെ ആ കൊട്ടാരവും ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ കുഗ്രാമത്തിലെ ഈ കുടിലിലാണ് താമസം. സുലൈഖയുടെ ജീവിത കഥ കേട്ട് യൂസുഫ് അലി ഇസ്ലാമിന്റെ നയനങ്ങൾ ആർദ്രമായി. പരിവാരങ്ങൾ കാണാതെ കണ്ണുനീർ തുടച്ചു. എനിക്കൊരു പ്രതിമയുണ്ടായിരുന്നു, എന്റെ ആരാധ്യ വസ്തുവായ പ്രതിമ. ഞാൻ അതിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, യൂസുഫിനെ എന്നിലേക്ക് എത്തിച്ചു തരണമേ എന്ന്. പക്ഷേ ഫലം കണ്ടില്ല. സങ്കടം കൊണ്ട് ഞാൻ അതിനെ തല്ലി തകർത്തു. എനിക്കതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ആരാധനയിൽ വിശ്വസിച്ചിരിക്കുന്നു. സുലൈഖയെ കൂട്ടി ഇവരെ പഴയ കൊട്ടാരത്തിലേക്ക് എത്തിക്കൂ. ഭരണാധിപൻ ഉത്തരവിട്ടു. പരിചരിക്കാൻ സേവകരെയോ ഏർപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ കൊട്ടാരത്തിൽ വിശ്രമിക്കൂ. ഞങ്ങളൊരു യാത്രയിലാണ്. മടങ്ങി വന്നതിനു ശേഷം നമുക്ക് സംസാരിക്കാം. സുലൈഖയ്ക്ക് സമാധാനമായി. പരിചാരകരോടൊപ്പം അവർ കൊട്ടാരത്തിലേക്ക് യാത്രയായി. മധുരൂറുന്ന ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ടായിരുന്നു യാത്ര. താൻ രാജ്ഞിയായി വാണിരുന്ന കൊട്ടാരം, തോഴിമാർ നൃത്തം ചെയ്തു ആനന്ദം പകർന്ന മന്ദിരം, യൂസഫിനെ വശത്താക്കാൻ തന്ത്രം മെനഞ്ഞ സൗധം. സുലൈഖ കൊട്ടാരത്തിലെത്തി. അടഞ്ഞുകിടന്നിരുന്ന കവാടങ്ങൾ തുറക്കപ്പെട്ടു. തന്റെ മണിയറയും രാജകീയ കട്ടിലും കണ്ട് വിങ്ങിപ്പൊട്ടി. അശ്രുകണങ്ങൾ ഒരരുവി പോലെ ചാലിട്ടൊഴുകി. അന്നത്തെ ജനസമ്പർക്കം കഴിഞ്ഞ് യൂസുഫ് അലൈഹി ഇസ്ലാം കൊട്ടാരത്തിലെത്തി. സ്വന്തം വീട് പോലെ വർഷങ്ങൾ ജീവിച്ച കൊട്ടാരം. അവിടെ വീണ്ടും എത്തിയപ്പോൾ മനസ്സിനൊരു വല്ലായ്മ. ഉമ്മയെ പോലെ ഭക്ഷണം നൽകിയും സാന്ത്വനപ്പെടുത്തിയും പരിചരണം നൽകിയ സുലൈഖ, പിതൃസ്ഥാനത്ത് നിന്ന് സാന്ത്വനം നൽകിയ അസീസ്, എല്ലാം ആ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ഓർമ്മയുടെ ഓളങ്ങൾ മനസ്സുകളിൽ തിരയടിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ട മാത്രയിൽ സുലൈഖ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു. കാഴ്ച കുറവാണെങ്കിലും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ആഗമനം സുലൈഖക്ക് വേഗത്തിൽ മനസ്സിലായി. അവർ മുഖാമുഖം ഇരുന്നു. ഉദ്വേഗജനകമായ നിമിഷം. സുലൈഖ, എന്താണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്? പറഞ്ഞോളൂ. ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നതാണ്. മൗനം ഭഞ്ജിച്ചുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാം ചോദിച്ചു. എനിക്ക് 3 ആവശ്യങ്ങളുണ്ട്. അത് താങ്കൾ സാധിപ്പിച്ചു തരണം. താങ്കൾക്ക് അതിന് കഴിയും, സുലൈഖ പറഞ്ഞു.
കൊട്ടാരത്തിലെ കൂടിക്കാഴ്ചയിൽ സുലൈഖ തന്റെ ആവശ്യങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അറിയിക്കുകയാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടണം, അതാണ് എന്റെ ഒന്നാമത്തെ ആവശ്യം. ഉടനെ യൂസുഫ് അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അത്ഭുതം, അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി. യൂസുഫ് അലൈഹി ഇസ്ലാമിന് കൺകുളിർക്കെ കണ്ടു സന്തോഷമായി. എന്റെ സൗന്ദര്യവും ആരോഗ്യവും തിരിച്ചു ലഭിക്കണം, അതായിരുന്നു രണ്ടാമത്തെ ആവശ്യം. പ്രാർത്ഥനാ ഫലമായി അതും തിരികെ ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് മൂന്നാമത്തെ ആവശ്യം? യൂസുഫ് അലൈഹി ഇസ്ലാം ആരാഞ്ഞു. മൂന്നാമത്തേത് ഒരു അർദ്ധവിരാമത്തോടെ അവർ പറഞ്ഞു നിർത്തി. ശങ്കിക്കേണ്ട, പറഞ്ഞോളൂ. താങ്കൾ എന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണം, സുലൈഖ പറഞ്ഞു. യൂസുഫ് അലൈഹി ഇസ്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഈ വൃദ്ധയെ ഞാൻ വിവാഹം ചെയ്യുകയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് വാക്ക് കൊടുത്തതാണ്. വാഗ്ദാന ലംഘനം സത്യവിശ്വാസിക ഭൂഷണമല്ല. അദ്ദേഹം അസ്വസ്ഥനായി. ഉടനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആഗതനായി. മലക്കിന്റെ സാന്നിധ്യം നബി അറിഞ്ഞു. മലക്ക് പറഞ്ഞു, നബിയെ, താങ്കൾക്ക് അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു. ഇഹലോകത്തും പരലോകത്തും താങ്കളുടെ സഹധർമ്മിണി സുലൈഖ തന്നെയാണ് എന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. ആയതിനാൽ താങ്കൾ സന്തോഷിക്കുക. മലക്ക് അപ്രത്യക്ഷമായി. അള്ളാഹുവിന്റെ കൽപ്പന, അത് അനുസരിക്കാൻ ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മനസ്സ് മാറി. സുലൈഖയോടുള്ള സ്നേഹം മനസ്സിൽ ഉറവയെടുക്കാൻ തുടങ്ങി. സ്വന്തം താല്പര്യമല്ല, അള്ളാഹുവിന്റെ താല്പര്യമാണ് സത്യവിശ്വാസി തെരഞ്ഞെടുക്കുക. അപ്പോഴാണ് ഒരു മഹാത്ഭുതം യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സുലൈഖയിൽ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. താരുണ്യം തുളുമ്പുന്ന യുവതി, ജരാനരകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന് ചേരുന്ന ഇണ. ഇനി വിവാഹകർമ്മം നടക്കണം. അത് പരസ്യമായിരിക്കണം, രാജകീയമായിരിക്കുകയും ചെയ്യണം. പഴയ തോഴിമാരിൽ ജീവിച്ചിരിക്കുന്നവർ സുലൈഖയെ കാണാനെത്തി. ഹൂറിയൻ വനിതകളെ അനുസ്മരിക്കുന്ന ഭംഗി അവർക്ക് ലഭിച്ചിരിക്കുന്നു. വിവാഹകർമ്മത്തിന് ദിവസം നിശ്ചയിച്ചു മംഗലപന്തലൊരുങ്ങി. ആബാലവൃദ്ധരും ആഘോഷത്തിമിർപ്പിലായി. പൃഥ്വീർ മഹാരാജാവ്, അദ്ദേഹമാണ് വിവാഹകർമ്മത്തിന് നേതൃത്വം നൽകിയത്. സുലൈഖയുടെ സഹോദരനാണല്ലോ അദ്ദേഹം. സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഇണയായി തീർന്നു. കാത്തിരുന്ന ദിനം സമാഗതമായി. തോഴിമാർ ആഭരണങ്ങളുമായി വന്ന് മണവാട്ടിയെ ചമയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങിയപ്പോൾ സുലൈഖയുടെ അഴക് 10 മടങ്ങ് വർദ്ധിച്ചു. തോഴിമാർ പാട്ടുപാട് മണവാട്ടിയെ മണിയറയിലേക്ക് ആനയിച്ചു. സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായ മണവാളൻ സലാം ചൊല്ലി മണിയറയിൽ പ്രവേശിച്ചു. ഇന്ന് അവരുടെ ആദ്യ രാത്രിയാണ്. ഈ രാത്രി എത്ര അനുഗ്രഹീതം, എത്ര ശാന്തസുന്ദരം! സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാം വിളിച്ചു. പ്രിയതമ തലയുയർത്തി. അന്ന് നീ ആഗ്രഹിച്ചത് നീചമായ കാര്യമായിരുന്നു. അതിനേക്കാൾ എത്രയോ മഹത്വമേറിയതാണ് ഇന്നത്തെ കാര്യം. സുലൈഖയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണീരിന്റെ കഥകൾ പറയുന്ന കണ്ണാണത്. സ്നേഹത്തിന്റെ നോവറിഞ്ഞ നയനങ്ങളാണത്. സുലൈഖ തന്റെ രഹസ്യകഥ പ്രിയതമനെ അറിയിച്ചു. ഇന്ന് വരെ ഒരാളെയും അറിയിക്കാത്ത കഥന കഥ. അസീസുമായുള്ള എന്റെ വിവാഹം, ഞാനന്ന് അതീവ സുന്ദരിയും ആരോഗ്യവതിയുമായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് മണവാട്ടിയായി അസീസിന്റെ വീട്ടിലെത്തുന്നത്. ദിവസങ്ങൾ 1ഉം 2ഉമായി പലതും കഴിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. അസീസ് ഒരു ഷണ്ഠനാണ്. അദ്ദേഹത്തിന് ലൈംഗിക ശേഷി തീരെയില്ല. ഞാൻ ഏറെ പ്രയാസപ്പെട്ടു. ഇനി എന്തു ചെയ്യും? വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടാലോ? അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അതിഥിയായി അടിമരൂപത്തിൽ അങ്ങ് എത്തിച്ചേരുന്നത്. അങ്ങയെ കണ്ടതോടെ എന്റെ മട്ട് മാറി. എന്റെ സ്നേഹം അങ്ങയിലേക്ക് ഒഴുകാൻ തുടങ്ങി. സുലൈഖ കന്യകയായിരുന്നു. ഭർത്തൃസുഖം അവൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഇണയാണ്. അത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ച കാര്യമാകുന്നു. എത്ര ആസൂത്രിതമായാണ് കാര്യങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാം കുടുംബജീവിതം തുടർന്നു. സ്നേഹവും സമാധാനവുമുള്ള ജീവിതം. ഭരണകാര്യ നിർവഹണം, ദീനീ പ്രബോധനം, ആരാധന എന്നിവയെല്ലാം മുറ പോലെ നടന്നു. ക്ഷേമത്തിന്റെ 7 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇനി വറുതി കാലമാണ് വരുന്നത്. മഴ കുറഞ്ഞു. നൈൽ നദിയിലെ വെള്ളം താഴ്ന്നു. കനാലുകൾ വരൾച്ച ബാധിച്ചിരിക്കുന്നു. ഭൂമി ഊഷരമാവുകയാണ്. കായ്ക്കനികൾ വിരളമായി തുടങ്ങി. ധാന്യങ്ങൾ മുളക്കുന്നില്ല. വൃക്ഷങ്ങൾ ഫലം നൽകുന്നില്ല. മൃഗങ്ങൾ ഗർഭം ധരിക്കുന്നില്ല.
പറവകൾ അടയിരിക്കുന്നില്ല. ക്ഷാമകാലം തുടങ്ങുകയാണ്. ഇനിയുള്ളത് വറുതയുടെ കാലമാണ്. മനുഷ്യരിലുമുണ്ട് മാറ്റങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ, സ്വഭാവ മാറ്റങ്ങൾ. ഈജിപ്തിൽ ഗോഡൌണുകളുണ്ട്, ധാന്യങ്ങളുടെ സൂക്ഷിപ്പു കേന്ദ്രങ്ങൾ. ധാന്യങ്ങളാൽ നിബിഡമാണവ. ഗോഡൌണുകൾക്ക് കാവൽക്കാരെ ഏർപ്പെടുത്തി. രാജാതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. വിദേശികൾക്ക് വിശ്രമിക്കാൻ സത്രങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. കാന്യേഷുമാരെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഭക്ഷണ പൊതുവിതരണ കേന്ദ്രം സ്ഥാപിച്ചു. അംഗങ്ങളെ അറിയിക്കുന്ന കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യം ഈജിപ്തിൽ മാത്രമല്ല, അയൽ പ്രദേശങ്ങളിലും ബാധിച്ചിരിക്കുകയാണ്. തൊഴിലില്ല, കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ല. ഈജിപ്തുകാർ ക്ഷേമത്തിലാണ്. അവർ പട്ടിണി കിടക്കുന്നില്ല. അവർക്ക് അവരുടെ അസീസ് ഭക്ഷണം നൽകുന്നുണ്ട്. സൗജന്യമായാണ് നൽകുന്നത്. അയൽ രാജ്യങ്ങളിൽ അത് വാർത്തയായി. രാജാവ് അസീസ്, അത് സ്ഥാനപ്പേരാണ്. ഈജിപ്ത് ഭരിക്കുന്നവരെല്ലാം അസീസാണ്. അങ്ങകലെ ഷാമിലേക്കുള്ള പാത. വളഞ്ഞും പുളഞ്ഞുമുള്ള ആ വഴിയിലൂടെയാണ് കച്ചവട സംഘം കടന്നു പോകാറുള്ളത്. പാതയോരത്ത് ഒരു കൊച്ചു കുടിലുണ്ട്, ഓലകൾ കൊണ്ട് മേൽക്കൂര തീർത്ത കുടിൽ. ആ കുടിലിലാണ് യാക്കൂബ് അലൈഹിസ്സലാം താമസിക്കുന്നത്. കൂടെ ബുന്യാമീനുമുണ്ട്. അല്പം അകലെ ധാരാളം വീടുകളുമുണ്ട്. അവയിൽ 10 എണ്ണം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മക്കളുടേതാണ്. അവരെല്ലാം സ്വയം പര്യാപ്തരായിട്ടുണ്ട്. മക്കൾക്കെല്ലാം ഭാര്യമാരും മക്കളുമുണ്ട്. പഴയ തറവാട് വീട്, ആ വീട്ടിലാണ് യൂസുഫ് അലൈഹിസ്സലാം വളർന്നത്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഉമ്മ റാഹേൽ മരണപ്പെട്ടതും അവിടെ വെച്ച് തന്നെ. ഇപ്പോൾ ആ വീടില്ല. ആൾതാമസമില്ലാതെ അത് നാമാവിശേഷമായിരിക്കുന്നു. ഒട്ടകപ്പുറത്ത് യാത്രക്കാർ പോവുകയാണ്. ചാക്കിൽ ധാന്യവുമുണ്ട്. അവർ യാക്കൂബ് അലൈഹിസ്സലാമിനെ സന്ദർശിച്ചു. ഈജിപ്തിലെ അസീസിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഔദാര്യവാനാണ് അദ്ദേഹം. പ്രജാക്ഷേമ തൽപരനാണ്. സ്വന്തം നാട്ടുകാർക്കെന്ന പോലെ അന്യ നാട്ടുകാർക്കും സഹായം ചെയ്യുന്നുണ്ട്. ഈജിപ്തിലെ അസീസിനെ സംബന്ധിച്ച് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മക്കൾ അറിയാനിടയായി. പട്ടിണി കൊണ്ടവർ പ്രയാസപ്പെടുകയായിരുന്നു. അവർ 10 പേരും പിതാവിന്റെ അടുക്കൽ വന്നു. ഉപ്പ, ഞങ്ങളുടെ മക്കൾ വിശന്നു കരയുകയാണ്. അഷ്ടിക്ക് വകയില്ല, തൊഴിലില്ല, എന്തു ചെയ്യും? ഈജിപ്തിലെ അസീസിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. ഉദാരമതിയാണ് അദ്ദേഹം. ഞങ്ങൾ അങ്ങോട്ട് പോയാലോ? അദ്ദേഹം സഹായിക്കുമോ? മക്കളെ, അസീസ് മാന്യനാണ്. അദ്ദേഹം സഹായിക്കും. ധാന്യത്തിന് പകരമായി എന്തെങ്കിലും നൽകണം. എന്താ നിങ്ങളുടെ അടുക്കലുള്ളത്? അവർ മുഖത്തോട് മുഖം നോക്കി. പട്ടുവസ്ത്രമുണ്ട്, അല്പം സ്വർണവും. അവർ പറഞ്ഞു, അത് മതി. പാത്രവുമായി നിങ്ങൾ ഉടനെ പുറപ്പെടുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അസീസ് എന്ന മഹാരാജാവിന്റെ സന്നിധിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. തികഞ്ഞ അച്ചടക്കം പാലിക്കണം. ചോദ്യങ്ങൾക്ക് ശാന്തമായി ഉത്തരം നൽകണം. രാജാവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. അദ്ദേഹം സംസാരിക്കുമ്പോൾ അങ്ങും ഇങ്ങും നോക്കരുത്. അവർ യാത്രയായി. രാജ്യാതിർത്തിയിൽ എത്തിച്ചേർന്നു. വല്ലാത്ത ക്ഷീണം. നടന്നു നടന്ന് തളർന്നിരിക്കുന്നു. വല്ലാത്ത ദാഹവുമുണ്ട്. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. കനാൻ ദേശക്കാരാണ്, ക്ഷീണിതരാണ്. സത്രത്തിൽ താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. നല്ല ഭക്ഷണവും നൽകി. ഹാവു, ആശ്വാസമായി. എത്ര നല്ല ഉദ്യോഗസ്ഥർ! രാജാവ് നല്ലവനായാൽ ഉദ്യോഗസ്ഥരും നല്ലവനായി തീരും. അവർ അടക്കം പറഞ്ഞു. കാലത്ത് യാത്ര തുടർന്നു. ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞു. അസീസിനെ കാണണം. അവർക്ക് ധൃതിയായി. ധാരാളം ആളുകളുണ്ട്. അവരിൽ സ്വദേശികളും വിദേശികളുമുണ്ട്. എല്ലാം ഒരേ ആവശ്യക്കാർ. അല്പം കഴിഞ്ഞു ഭക്ഷണം ലഭിച്ചു. അകത്ത് കയറി അസീസിനെ കണ്ടു. ഹൗ, എന്തൊരു ഭംഗി, എന്തൊരു ഗാംഭീര്യം! അസീസ് അവരെ ശ്രദ്ധിക്കുകയാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത്. കാര്യമായ മാറ്റങ്ങളൊന്നും അവരിൽ സംഭവിച്ചിട്ടില്ല. എന്നെ തിരിച്ചറിയുമോ? ഇല്ല, അതിനുള്ള സാധ്യതയില്ല. അവരുടെ വിശ്വാസത്തിൽ ഞാനിപ്പോൾ അടിമയായിരിക്കുമല്ലോ. ഏതെങ്കിലും ധനികന്റെ വീട്ടിൽ വേല ചെയ്യുന്ന അടിമ. യൂസുഫ് അലൈഹിസ്സലാം ചിന്തയിലാണ്ടു. പരിചാരകനെ വിളിച്ചു. അതാ, കനാനിൽ നിന്നും വന്ന ആ വ്യക്തികൾക്ക് ആഹാരം നൽകൂ. അവരിൽ യാത്രാക്ഷീണം കാണുന്നുണ്ട്. നിർദ്ദേശപ്രകാരം അവർ ഭക്ഷണ ഹാളിലേക്ക് ക്ഷണിക്കപ്പെട്ടു. മൃഷ്ടാർന്ന ഭക്ഷണം, ഹൃദ്യമായ സ്വീകരണം, വശ്യമായ പെരുമാറ്റം. അവർ സന്തുഷ്ടരായി. ഈ ദാരിദ്ര്യകാലത്ത് ഇങ്ങനെയൊരു ഭക്ഷണം നൽകാൻ കരുണയുള്ളവർക്ക് കഴിയൂ. അവർ പരസ്പരം പറഞ്ഞു. അസീസ് അവരുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നവർക്ക് അറിയില്ലായിരുന്നു. നാട്ടിലെ സ്ഥിതി,
കുടുംബ വിവരങ്ങൾ എന്നിവ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ 10 സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പിതാവ് ആദരണീയനായ യാക്കൂബ് നബിയാണ്. നല്ല പ്രായമുണ്ട്, കാഴ്ചക്ക് ഭംഗം വന്നിട്ടുണ്ട്, അവർ പറഞ്ഞു. പിന്നെ ആരാണ് കുടുംബത്തിലുള്ളത്? യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു. ഞങ്ങൾക്കൊരു അനുജനുമുണ്ട്, ബുന്യാമീൻ. അവൻ ഉപ്പയോടൊപ്പമാണ് താമസം. പിന്നെ ഞങ്ങളുടെ അമ്മായിയുമുണ്ട്. അവരാണ് ബുന്യാമിനെ വളർത്തിയത്. കുടുംബകഥകൾ വിവരിച്ചു. പക്ഷേ യൂസുഫിനെ സംബന്ധിച്ച് അവർ ഒന്നും പറഞ്ഞില്ല. ഭക്ഷണാനന്തരം അവർക്ക് ധാന്യങ്ങൾ നൽകി. 1 മാസത്തേക്ക് മതിയായ വിഭവങ്ങൾ. അസീസിന് നന്ദി പറഞ്ഞ് അവർ യാത്രയാകുകയാണ്. നിങ്ങൾ ഇനിയും വരണം. ഇനി വരുമ്പോൾ കൊച്ചനുജനെ കൂടി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ വിഭവങ്ങൾ നൽകുകയുള്ളൂ. കേട്ടില്ലേ? അസീസ് നിർദ്ദേശിച്ചു. അത് സമ്മതിച്ചു അവർ യാത്രയായി. നമ്മുടെ കൂടെ ബുന്യാമിനെ ഉപ്പ അയക്കുമോ? അത് പ്രയാസമാണ്. യൂസഫിനെ കൊണ്ട് അയച്ചു തന്നതാണ്. ആ ദുഃഖത്തിൽ നിന്ന് ഇനിയും ഉപ്പ മോചിതനായിട്ടില്ല. ഉപ്പയുടെ കാഴ്ച നശിക്കാൻ കാരണം തന്നെ നിർത്താതെയുള്ള കരച്ചിലും ഉറക്കമില്ലായ്മയുമാണ്. അവർ അഭിപ്രായപ്പെട്ടു. ഉപ്പ സമ്മതിച്ചാൽ തന്നെ ബുന്യാമിൻ നമ്മുടെ കൂടെ വരുമോ? അവനും നമ്മെ സംശയമാണല്ലോ. ചർച്ച തുടരുകയാണ്. തന്റെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞല്ലോ. പ്രിയ പിതാവിനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ഉപ്പ, ബുന്യാമീൻ, അമ്മായി, അവരെ എല്ലാം നേരിൽ കാണാൻ കൊതിയായിരിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന് സന്തോഷമായി. അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു. അൽഹംദുലില്ലാ. മക്കളെല്ലാവരും യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വസതിയിൽ തിരിച്ചെത്തി. മിസ്രിലെ അസീസിന്റെ നന്മകളെ കുറിച്ച് വാ തോരാതെ സംസാരിക്കുകയാണവർ. ലഭിച്ച വസ്തുക്കൾ അവർ ഉപ്പയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതാ, നമ്മൾ പാരിതോഷികമായി കൊടുത്ത പട്ടും സ്വർണവും തിരിച്ചു നൽകിയിരിക്കുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. അസീസ് തികച്ചും ഉദാരൻ തന്നെ. അവർ ആശ്ചര്യഭരിതരായി. കൻഅൻവാസികൾ സമർപ്പിച്ച വസ്തുക്കൾ അവരുടെ ധാന്യചാക്കുകളിൽ തന്നെ നിക്ഷേപിക്കണം. അത് അവർക്ക് തന്നെ ഉപകാരമാവട്ടെ എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ അപ്രകാരം ചെയ്യുകയുമുണ്ടായി. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് സന്തോഷമായി. ചെറിയൊരു സന്ദേഹവും. ഉപ്പ, അസീസ് രാജാവ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മക്കൾ അറിയിച്ചു. എന്താണത് പ്രത്യേക കാര്യം? ഇനി വരുമ്പോൾ ബുന്യാമിനെയും കൂട്ടണം. എങ്കിൽ മാത്രമേ വിഭവങ്ങൾ നൽകുകയുള്ളൂ. മക്കളെ, ഇക്കാര്യം നിങ്ങൾ ആവശ്യപ്പെടരുത്. യൂസഫിനെ കൊണ്ടുപോയത് നിങ്ങളല്ലേ? എന്തെല്ലാം ഉറപ്പുകളാണ് അന്ന് നിങ്ങൾ നൽകിയിരുന്നത്? ഇനി ഒരു മകന്റെ നഷ്ടം കൂടി സഹിക്കുവാനുള്ള ശേഷി എനിക്കില്ല. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ അവർ അവരുടെ വീടുകളിലേക്ക് പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ആഴ്ചകളായി. മാസം പൂർത്തിയായിരിക്കുന്നു. കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ തീർന്നിരിക്കുന്നു. 10 പേരും ഉപ്പയുടെ അടുക്കലെത്തി. ഭക്ഷണമില്ലെങ്കിൽ കുട്ടികൾ പട്ടിണി കിടന്നു മരിക്കും. യൂസുഫിനെ പോലെയല്ല. ബുന്യാമിൻ യുവാവായിട്ടുണ്ടല്ലോ. ഉപ്പ ഭയപ്പെടേണ്ട. അവന് ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ എങ്ങനെയാണ് നിരാകരിക്കുക? അവസാനം യാക്കൂബ് അലൈഹി ഇസ്ലാം സമ്മതം നൽകി. അവർ 11 പേർ യാത്രക്കൊരുങ്ങി. ചാക്കുകളും വടികളുമായി അവർ പുറപ്പെടുകയാണ്. ഇത്തവണ വാക്ക് പാലിക്കണം. ബുന്യാമിനെ ഒന്നും സംഭവിക്കരുത്. ഉപ്പയുടെ വിശ്വാസം നേടിയെടുക്കണം. 10 പേരിലും ഒരേ ചിന്തയാണ്. അവർ ധൃതിയിൽ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. മക്കളെ, നിങ്ങൾ ഒരേ കവാടത്തിലൂടെ പ്രവേശിക്കരുത്. വ്യത്യസ്ത വാതിലുകളിലൂടെ കടക്കണം. നിങ്ങൾ കരുത്തുറ്റവരും സുന്ദരരുമാണ്. ദൃഷ്ടിദോഷം ഏൽക്കാൻ സാധ്യതയുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാം ഉപദേശിച്ചു. കണ്ണീർ, അതൊരു സത്യമാണ്. ചിലരുടെ ദൃഷ്ടി വിശലിപ്തമായിരിക്കും. ചിലരുടെ വാക്കുകൾക്കുമുണ്ട് ദോഷഫലം. കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലേക്കും മനുഷ്യനെ കബറിലേക്കും എത്തിക്കുമെന്നാണ് നബിവചനം. പ്രാർത്ഥന കൊണ്ടാണ് ഇതിൽ ശമനമുള്ളത്. സൂക്ഷ്മതയും ആവശ്യമാണ്. സൂക്ഷിക്കാൻ വേണ്ടി യാക്കൂബ് അലൈഹി ഇസ്ലാം മക്കൾക്ക് നിർദ്ദേശം നൽകി. വിശാലമായ മരുഭൂമിയിലൂടെ അവർ യാത്ര തുടർന്നു. പെരുവഴിയിലൂടെ പതികളുടെ പ്രവാഹം തന്നെയാണ്. രാജ്യാതിർത്തിയിലെത്തി. അന്വേഷണങ്ങൾ കഴിഞ്ഞു. പിതാവിന്റെ നിർദ്ദേശപ്രകാരം വ്യത്യസ്ത കവാടങ്ങളിലൂടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ഹൃദ്യമായ സ്വീകരണം. പ്രത്യേക ഇരിപ്പിടത്തിൽ അവർ ഉപവിഷ്ടരായി. യൂസുഫ് അലൈഹി ഇസ്ലാം കൊച്ചനുജനെ ശ്രദ്ധിച്ചു. കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വളർന്നു വലുതായിരിക്കുന്നു. അല്പം കഴിഞ്ഞു പോകാം. പരിസരമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചോളൂ. അസീസിന്റെ സ്നേഹോപദേശം. അവർക്കത് സന്തോഷമായി. കൊട്ടാരം ചുറ്റിക്കാണാൻ അവർ എഴുന്നേറ്റു. ബുന്യാമിനെ അസീസ് തന്റെ അടുത്തേക്ക് വിളിച്ചു. ഇരിക്കൂ. ബുന്യാമിൻ, നിനക്ക് എന്നെ അറിയുമോ? യൂസുഫ് അലൈഹി ഇസ്ലാം പതുക്കെ ചോദിച്ചു. ഇല്ല, അങ്ങയെ എനിക്കറിയില്ല. മോനെ, ഞാൻ നിന്റെ ഇക്കയാണ്. യൂസുഫാണ് ഞാൻ.
മോചിപ്പിക്കുകയോ? സുബ്ഹാനല്ലാ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇക്ക, അദ്ദേഹം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കെട്ടിപ്പിടിച്ചു, കരയാൻ തുടങ്ങി. സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിച്ചു. അവർ അല്പനേരം സ്വകാര്യ സംഭാഷണം നടത്തി. ബുന്യാമിനെ യൂസുഫ് അലൈഹി ഇസ്ലാമിന് ലഭിക്കണം, അതിനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തു. കാഴ്ചകൾ കണ്ട് സഹോദരങ്ങൾ തിരിച്ചെത്തി. സ്വകാര്യ സംഭാഷണങ്ങൾ അവർ അറിഞ്ഞിരുന്നില്ല. അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി. തുടർന്ന് ധാന്യങ്ങൾ വിതരണം ചെയ്തു. ഓരോരുത്തർക്കും ഓരോ പാത്രത്തിൽ ആക്കുകയായിരുന്നു അത്. 11 പേരും യാത്രയായേ. കൂടെ മറ്റുള്ളവരുമുണ്ട്. ധാന്യങ്ങൾ വാങ്ങിയവർ, വാങ്ങാനെത്തിയവർ, എത്തിക്കൊണ്ടിരിക്കുന്നവർ. ഉടനെ ഒരു വിളിയാളം കേട്ടു. ഒന്ന് നിൽക്കണേ, ധാന്യങ്ങൾ വാങ്ങി പോകുന്നവർ നിൽക്കണേ, ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ചുമടുകൾ ഇറക്കി വെച്ചു. എന്താണ് നഷ്ടപ്പെട്ടത്? അന്വേഷിച്ചറിയുകയാണ്. പാനപാത്രമാണ് നഷ്ടപ്പെട്ടത്. അസീസ് വെള്ളം കുടിക്കുന്ന പാനപാത്രം. ധാന്യങ്ങൾ അളക്കാനും അത് ഉപയോഗിക്കാറുണ്ട്. പരിശോധിക്കണം, നിങ്ങളുടെ ചാക്കുകളെല്ലാം പരിശോധിക്കണം. അസീസിന്റെ കൽപ്പനയാണ്. ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന തുടങ്ങി. നിശബ്ദമായ പരിശോധന. ആരുടെ ധാന്യചാക്കിൽ നിന്നാണോ അളവ് പാത്രം ലഭിച്ചത് അവനെ തടവിലാക്കണം. അതായിരിക്കും ശിക്ഷ. അവസാനമാണ് ബുന്യാമിന്റെ ചാക്ക് പരിശോധിച്ചത്. ഇതാ, ഈ കെട്ടിൽ നിന്നും പാത്രം ലഭിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥൻ ബുന്യാമിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അസീസിന്റെ മുമ്പിൽ ഹാജരാക്കി. ഉടനെ 10 സഹോദരങ്ങളും അവിടെ എത്തി. അസീസിന്റെ മുഖം വിവരണമായിരിക്കുന്നു. ഇവന്റെ ചാക്കിൽ നിന്നാണ് അളവ് പാത്രം ലഭിച്ചത്, അതുകൊണ്ട് ഇവനെ തടവിലടക്കണം, അസീസ് പറഞ്ഞു. അങ്ങനെ പറയരുത്, ഞങ്ങളുടെ പിതാവ് വയോധികനാണ്. ഇവനെ കാണാത്ത പക്ഷം അദ്ദേഹം പ്രയാസപ്പെടും. അവർ കേണപേക്ഷിച്ചു. ശിക്ഷയിൽ ഇളവ് നൽകാൻ കഴിയില്ല. അസീസിന്റെ സ്വരം ഗൗരവമായിരുന്നു. ഞങ്ങളിൽ ഒരാളെ തടഞ്ഞു വെച്ചോളൂ. ഇവന് പകരമായി ഇവനെ വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയാണ്, ദയനീയ സ്വരത്തിൽ അവർ പറഞ്ഞു. കുറ്റം ചെയ്തവനെ അല്ലാതെ മറ്റൊരാളെ ശിക്ഷിക്കുകയോ? എന്താ നിങ്ങൾ പറയുന്നത്? അത് നടപ്പുള്ള കാര്യമല്ല. അവർ ധർമ്മസങ്കടത്തിലായി. ഇനി എന്തു ചെയ്യും? ബുന്യാമിൻ മോഷണം നടത്തി. ഇവന്റെ സഹോദരനും പണ്ട് മോഷണം നടത്തിയിട്ടുണ്ടല്ലോ. അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു. അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരുന്നു അത്. എന്റെ മേലിലാണ് ഇവർ മോഷണക്കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ബുന്യാമിനെ വിട്ടുതരില്ല എന്നുറപ്പായപ്പോൾ അവർ മടങ്ങാൻ തയ്യാറായി. എല്ലാവരും പ്രയാസത്തിലാണ്. ഉപ്പയോട് എന്ത് പറയും? റുബീൻ പറഞ്ഞു. അദ്ദേഹമാണല്ലോ മുതിർന്ന സഹോദരൻ. ഞങ്ങൾ 9 പേരും പോയിക്കൊള്ളുക. ഞാനിവിടെ നിൽക്കാം. പിതാവിന്റെ വിവരങ്ങൾ അറിയിക്കുക. എല്ലാം വിശദമായി പറയണം. ബുന്യാമിന്റെ സംരക്ഷണത്തിനായി റുബീൻ അവിടെ ഉണ്ടെന്നും അറിയിക്കുക. വിഷണ്ണരായി സഞ്ചരിച്ച അവർ പിതാവിന്റെ സന്നിധിയിലെത്തി. ഉപ്പ, ബുന്യാമിൻ അസീസിന്റെ പാനപാത്രം മോഷ്ടിച്ചു. ജനങ്ങളെല്ലാം അതിന് സാക്ഷികളാണ്. അവനെ അസീസ് തടവിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് സത്യമാണ്. റുബീൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. ബുന്യാമിൻ ഇല്ലാതെ അവൻ എങ്ങനെ വരാനാണ്? മക്കൾ വ്യസനത്താൽ കരയുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം തളർന്നുപോയി. ക്ഷമിക്കുക, നന്നായി ക്ഷമിക്കുക, അല്ലാതെ എന്തു ചെയ്യാൻ? നിങ്ങൾ എന്റെ യൂസഫിനെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ബുന്യാമിനെയും. ആ കണ്ണുകളിൽ നിന്നും ചുടുകണ്ണീർ ഒഴുകി തുടങ്ങി. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ഭാവമാറ്റം മക്കൾ ശ്രദ്ധിച്ചു. പതിവ് പോലെ അവർ വീടുകളിലേക്ക് പോയി. പക്ഷെ സമാധാനമില്ല. ഉപ്പയുടെ വിളറിയ മുഖം, വെറുത്തുപോയ കൽത്തടങ്ങൾ അവർ കാണുകയാണ്. ബുന്യാമീനും റുബീനും തിരിച്ചു വരാത്ത വിവരം നാട്ടിലാകെ അറിഞ്ഞു. അവർക്ക് എന്തു സംഭവിച്ചു? യാക്കൂബ് നബിയെ ആശ്വസിപ്പിക്കാനായി മക്കളും മരുമക്കളും കുടുംബങ്ങളും അവിടെ ഒത്തുകൂടി. ശബ്ദം കൊണ്ടല്ലാതെ ഒരാളെയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മക്കളെ, യാക്കൂബ് അലൈഹി ഇസ്ലാം നീട്ടി വിളിച്ചു. എല്ലാവരും സന്നിധരായി. എന്താണപ്പാ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. ഞാൻ നിങ്ങളെ ഒരു പ്രധാന കാര്യം അറിയിക്കുകയാണ്. നിങ്ങൾ ഈജിപ്തിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ പുറപ്പെടുക. എന്നിട്ട് യൂസഫിനെ കുറിച്ച് അന്വേഷിക്കുക. എന്റെ മോൻ യൂസഫ് അവിടെയുണ്ട്. മക്കൾ ഞെട്ടിപ്പോയി. ഉപ്പ, എന്താണ് ഈ പറയുന്നത്? ഇപ്പോഴും താങ്കൾ പഴയ ചിന്തയിൽ തന്നെയാണോ? ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി. കഷ്ടം തന്നെ. മക്കളെ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. എന്റെ മക്കൾ യൂസഫും ബുന്യാമിനും റുബീനും ഈജിപ്തിലുണ്ട്. തീർച്ചയാണ്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഇത് സത്യമാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം മക്കൾ വീണ്ടും ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. പ്രായാധിക്യം കൊണ്ട് ഉപ്പാക്ക് ഓരോന്ന് തോന്നുകയാണ്. യൂസഫിനെ എവിടെ നിന്ന് കിട്ടാൻ? ആ കച്ചവട സംഘം അവനെ വിറ്റു കാണുമല്ലോ. ഇപ്പോൾ അവൻ
ആരുടെയെങ്കിലും അടിമയായിരിക്കും. നമുക്ക് മോചിപ്പിക്കാൻ കഴിയുമോ? ഉടമ ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുക്കേണ്ടി വരും. ഈ വറുതി കാലത്ത് നാം എവിടെ നിന്ന് കൊടുക്കാനാണ്? അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈജിപ്തിലെത്തി. അസീസ് രാജാവും ബുന്യാമിനും ഒന്നിച്ചിരിക്കുന്നു, സഹോദരങ്ങളെ പോലെ. ജ്യേഷ്ഠന്മാരെ കണ്ട അവർ പുഞ്ചിരിച്ചു. അവർ കഷ്ടപ്പാടുകൾ വിവരിച്ചു, ഉപ്പയുടെ പ്രയാസം അറിയിച്ചു. യൂസുഫിനോടും സഹോദരനോടും നിങ്ങൾ ക്രൂരമായി പെരുമാറിയതല്ലേ? അക്കാര്യം നിങ്ങൾ മറന്നോ? അസീസിന്റെ ചോദ്യം കേട്ട് അവർ ഞെട്ടിവിറച്ചു. അസീസിന്റെ സംസാരം ഗൗരവത്തോടെയായിരുന്നു. അവർ ഭയന്ന് വിറച്ചു. അങ്ങ് യൂസുഫാണോ? അവരിൽ ഒരാൾ ചോദിച്ചു. ആകാംക്ഷാഭരിതരാണവർ. അതെ, ഞാൻ യൂസുഫാണ്. നിങ്ങൾ കിണറ്റിലെറിഞ്ഞ യൂസുഫ്, കുറഞ്ഞ വിലക്ക് വിൽപ്പന നടത്തിയ യൂസുഫ്. നിങ്ങൾ എന്നെ നിസാരനാക്കി, ഞാൻ ക്ഷമ കൈകൊണ്ടു. അപ്പോൾ അള്ളാഹു എന്നെ ഉന്നതനാക്കി. ഉറച്ച വിശ്വാസവും നല്ല ക്ഷമയും, അതാണ് ഔന്നത്യം. യൂസുഫ് അലൈഹിസ്ലാം അവരുടെ മുഖത്തേക്ക് നോക്കി. വിടർന്ന കണ്ണുകൾ. അവർ പരിഭ്രമചിത്തരാണ്. ചുറ്റും പട്ടാളക്കാരുണ്ട്. രാജാവ് എന്താജ്ഞാപിച്ചാലും അവരത് നടപ്പാക്കും. മറക്കാനും പൊറുക്കാനുമാകാത്ത ക്രൂരതയാണ് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് കാണിച്ചിട്ടുള്ളത്. യൂസുഫ് അലൈഹി ഇസ്ലാം പുഞ്ചിരിച്ചു. ഗൗരവം പോയി മറഞ്ഞു. പൗർണമി ചന്ദ്രനെ പോലെ ആ മുഖം പ്രകാശിതമായി. സ്നേഹാർദ്രമായ മുഖഭാവം. സഹോദരങ്ങൾക്ക് ആശ്വാസമായി. ഭയം നീങ്ങി. ഇല്ല, ഞങ്ങളോട് പ്രതികാരം ചെയ്യുകയില്ല. കരുണയുള്ളവനാണ് അദ്ദേഹം. ഇക്കമാരെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മേൽ യാതൊരു പ്രതികാര നടപടിയുമില്ല. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ സഹോദരങ്ങളാണ്, ഉപ്പയൊത്ത സഹോദരങ്ങൾ. നാം തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും വേർപ്പെടുന്നതല്ല. നിങ്ങൾ അന്ന് ചെയ്തതെല്ലാം പിശാചിന്റെ പ്രേരണയാലാണ്. അവൻ മനുഷ്യാംശത്തിന്റെ ശത്രുവാണല്ലോ. ഞാൻ അതെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി ഉപ്പയെ കൂട്ടിവരണം, ഉമ്മയെയും കൊണ്ടുവരണം. എല്ലാ സഹോദരങ്ങളും വേണം. നിങ്ങളുടെ മക്കളും ഇത്തമാരും കൂടെ വേണം. കുടുംബാംഗങ്ങളും വേണം. യൂസുഫ് അലൈഹി ഇസ്ലാം നിർദ്ദേശിച്ചു. ഉപ്പ ക്ഷീണിതനാണല്ലോ, കാഴ്ചക്കും കുറവുണ്ട്. അത് സാരമില്ല, നിങ്ങൾ എന്റെ ഈ കുപ്പായവുമായി പോവുക. ഇത് ഉപ്പയുടെ മുഖത്ത് വെച്ചാൽ കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ്, ആരോഗ്യവും ലഭിക്കുന്നതാണ്. അമൂല്യമായ ആ കുപ്പായം അവരെ ഏൽപ്പിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിട്ട നിമിഷം ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. ആ കുപ്പായം എടുത്ത് ധരിപ്പിച്ചു. കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ട ശേഷവും അത് സൂക്ഷിക്കുകയുണ്ടായിരുന്നു. ബറക്കത്തുള്ള കുപ്പായമായിരുന്നു അത്. സഹോദരങ്ങൾ യാത്ര പുറപ്പെട്ടു. അവർ സന്തോഷഭരിതരാണ്. കാതങ്ങൾ പിന്നിട്ടാലാണ് കൻആനിൽ എത്തിച്ചേരുക. യാക്കൂബ് അലൈഹി ഇസ്ലാം മക്കളെ കാത്തിരിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലുണ്ട്. എനിക്ക് യൂസുഫിന്റെ വാസന വരുന്നു. അതെ, യൂസുഫിന്റെ വാസന തന്നെ, യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞു. പക്ഷേ കുടുംബങ്ങൾക്ക് അത് തമാശയായിരുന്നു. താങ്കൾ ഇപ്പോഴും ആ പഴയ വഴികേടിൽ തന്നെയാണോ? അതെല്ലാം തോന്നലുകളാണ്, പ്രായചാപല്യം മൂലമുള്ള തോന്നലുകൾ. അങ്ങനെയായിരുന്നു വീട്ടുകാരുടെ സംസാരം. യൂസുഫ് ഇനി എങ്ങനെ തിരിച്ചു വരാൻ? യാത്രാ സംഘത്തിലെ ഒരാൾ കഴിയുമത്ര വേഗത്തിൽ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ വശമാണ് മുഖത്തിടാനുള്ള ഖമീസ് ഉള്ളത്. കുന്നുകളും മലകളും താണ്ടി അദ്ദേഹം കൻആനിലെത്തി. വളരെ പെട്ടെന്ന് ഉപ്പയുടെ മുഖത്ത് ആ ഖമീസ് വെച്ചു. അത്ഭുതം! യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. മുഖം പ്രസന്നനായി. ആദ്യമെല്ലാം വിട്ടകന്നു. ആ കുപ്പായം ചുംബിച്ചു. മതി വരുവോളം ചുംബിച്ചു. ഇതെന്റെ മോന്റെ കുപ്പായമാണ്, മോന്റെ മണമുള്ള കുപ്പായം. അല്പം കഴിഞ്ഞ് മക്കളെല്ലാം എത്തിച്ചേർന്നു. ഒരു പെരുന്നാൾ ദിനം പോലെ സന്തോഷം അലതണ്ടുന്ന നിമിഷങ്ങൾ. ഈജിപ്തിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവ കൊണ്ട് സദ്യയൊരുക്കി. കുടുംബങ്ങളെയും അയൽവാസികളെയും എല്ലാം ക്ഷണിച്ചു. എല്ലാവരും വിശപ്പടക്കി. അവർ സംഭവങ്ങൾ വിവരിച്ചു. ഇനി യാത്രയാവുകയാണ്. കൻആനിനോട് വിട പറയുകയാണ്. കുടുംബസമേതമാണ് യാത്ര. മക്കൾ, മരുമക്കൾ, പേരമക്കൾ, അടുത്ത ബന്ധുക്കൾ. അവർ 80ഓളം പേരുണ്ടായിരുന്നു എന്നാണ് അഭിപ്രായം. എണ്ണത്തിൽ ഭിന്നതയുണ്ട്. അവരെ സ്വീകരിക്കാൻ ഈജിപ്ത് ഒരുങ്ങിക്കഴിഞ്ഞു. ഈജിപ്തിന്റെ നായകൻ അസീസിന്റെ കുടുംബമാണ് വരുന്നത്, വന്ധ്യപിതാവിന്റെ നേതൃത്വത്തിൽ. കൂടുതൽ സന്തോഷിക്കുന്നത് സുലൈഖയാണ്. ഉപ്പയെ വരവേൽക്കാൻ അവർ അത്യുത്സാഹത്തോടെ കാത്തിരിക്കുകയാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്നതിൽ ഒന്നാമതായുള്ളത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബമാണ്, സഹധർമ്മിണി സുലൈഖ. മക്കൾ അഫ്രായിം, മീഷ്മ, റഹ്മത്ത്, മേഷ അവർ വല്യപ്പയെ കാത്തിരിക്കുകയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ പുത്ര റഹ്മത്ത്, അവരാണ് പിൽക്കാലത്ത് അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ സഹധർമ്മിണിയായത്. അയ്യൂബ് അലൈഹി ഇസ്ലാം രോഗബാധിതനായപ്പോൾ ദീർഘകാലം ക്ഷമയോടെ അവരെ പരിചരിച്ചത് റഹ്മത്ത് ബീവിയാണ്. ഒന്നും രണ്ടുമല്ല, 18 കൊല്ലമാണ് ബീവി പരിപാലിച്ചത്.
കൻആനിൽ നിന്നും പുറപ്പെട്ട യാത്രാസംഘം ഈജിപ്തിൽ എത്തിച്ചേർന്നു. ഈജിപ്തിലെ കൊട്ടാരത്തിൽ അവിടെ പ്രത്യേകമായി 2 സിംഹാസനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് പ്രിയ പിതാവ് യാക്കൂബ് അലൈഹി ഇസ്ലാമിനാണ്, മറ്റൊന്ന് സഹോദരി ഫായിഖയ്ക്കുമാണ്. അവരാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോറ്റി വളർത്തിയത്, ഉമ്മയെ പോലെ ലാളന നൽകിയത്. അമ്മായിയാണെങ്കിൽ ഉമ്മ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അവർ കൊട്ടാരത്തിൽ ആഗതരായി. പിതാവും മാതൃസ്ഥാനത്തുള്ള അമ്മായിയും 18 മക്കളും. രാജകീയ ഉടയാടകൾ അണിഞ്ഞ കിരീടം ചൂടി നിൽക്കുന്ന യൂസുഫ് അലൈഹി ഇസ്ലാം കണ്ട മാത്രയിൽ അവർ തലകുനിച്ച് ആദരവ് കാണിച്ചു. അത് അന്നത്തെ സമ്പ്രദായമായിരുന്നു. ഉപ്പയെയും ഉമ്മയെയും സിംഹാസനത്തിൽ ആനയിച്ചിരുത്തി. സഹോദരങ്ങൾ അടുത്തു തന്നെയുണ്ട്. ഉപ്പ, ഞാൻ കണ്ട സ്വപ്നമുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്ന സ്വപ്നം. അതിവിടെ പുലർന്നിരിക്കുന്നു ഉപ്പ. അവിടുന്ന് പറഞ്ഞ വ്യാഖ്യാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനം അലംഘനീയമാണ്. ഒരു ശക്തിക്കും അതിനെ മറികടക്കാൻ കഴിയുകയില്ല. യാക്കൂബ് അലൈഹി ഇസ്ലാം പ്രിയപുത്രനെ ആലിംഗനം ചെയ്തു. വർഷങ്ങളുടെ ഇടവേളയിൽ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവർ ഓർമ്മയുടെ ചെപ്പുകൾ തുറക്കുകയായിരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാം തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. പ്രയാസങ്ങളെ ഏറെ സഹിച്ചു. സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങൾ. ഭൗതിക ലോകം പരീക്ഷണത്തിന്റെ സങ്കേതമാണ്. പരീക്ഷണങ്ങളിൽ പതറാതെ ജീവിതയാനം മുന്നോട്ട് നയിക്കണം. നന്ദിയുടെ പ്രഭവ കേന്ദ്രം മനസ്സാണല്ലോ. മനസ്സിൽ നന്ദി ഉണ്ടാകുമ്പോൾ കൂടെ പ്രാർത്ഥനയും ഉണ്ടാകും. പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ആയുധമാണ്, ആരാധനയുമാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം പ്രാർത്ഥന നടത്തി. വിനയഭാവത്തോടെയായിരുന്നു പ്രാർത്ഥന. അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷമായിരുന്നു പ്രാർത്ഥന. അതാണത് പ്രാർത്ഥനയുടെ മര്യാദ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ മര്യാദ പാലിക്കൽ ആവശ്യമാണ്. സഹോദരങ്ങൾക്കെല്ലാം സൗകര്യപ്രദമായ വീടുകളും ഉപജീവനത്തിനുള്ള തൊഴിലുകളും സജ്ജമാക്കി കൊടുക്കുകയുണ്ടായി. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളും വിപുലമായ 12 ഗോത്രങ്ങളായി തീർന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വാസസ്ഥലം അതൊരു രാജമന്ദിരമാണ്. സുലൈഖയുടെ കൊട്ടാരം, അവിടെയാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം താമസിച്ചിരുന്നത്. സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഭവനമാണത്. സുലൈഖ അവരെ പരിചരിക്കുന്നുണ്ട്. ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടം സുലൈഖയുടെയും ഇഷ്ടമായി തീർന്നു. വീട് കിട്ടിയ നിധിയായിട്ടാണ് അവർ യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ കണക്കാക്കിയത്. വീട് എപ്പോഴും ബഹളമാണ്. പരിചാരകരും പാടാവുകാരും ഉദ്യോഗസ്ഥരും സന്ദർശകരുമായി എപ്പോഴും ജനനിബിഡമാണ്. രാജാവിന്റെ വീടാകുമ്പോൾ അങ്ങനെയാകുമല്ലോ. മോനെ, ഇവിടെയുള്ള ഈ ജീവിതം ഉപ്പ ഇഷ്ടപ്പെടുന്നില്ല. ശാന്തമായ ഒരിടമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വിജനമായ സ്ഥലത്ത് ഒരു കൊച്ചുകുടിൽ പണിതു തരിക. ഞാൻ ഇബാദത്തുമായി അവിടെ കഴിഞ്ഞു കൊള്ളാം. യാക്കൂബ് അലൈഹി ഇസ്ലാം ഒരിക്കൽ യൂസുഫ് നബിയോട് ആവശ്യപ്പെടുകയുണ്ടായി. പിതാവിന്റെ ആവശ്യം പുത്രൻ നിറവേറ്റി. ഒരു കൊച്ചു കുടിൽ ഉയർന്നു. കൊട്ടാരത്തിൽ നിന്നും കണ്ണെത്തും ദൂരത്ത്. ഉപ്പയും ഉമ്മയും അങ്ങോട്ട് താമസം മാറി. സുലൈഖയും മക്കളും അവിടുത്തെ പരിചാരകരായി. തിരക്കിനിടയിലും യൂസുഫ് അലൈഹി ഇസ്ലാം ഉപ്പയെ സന്ദർശിക്കും. ഉപ്പാക്ക് പഴയതുപോലെ മകനെ കണ്ടുകൊണ്ടിരിക്കണം, കുശലങ്ങൾ പറയണം. പക്ഷെ അതിനിപ്പോൾ സമയം കുറവാണ്. എന്റെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു കേട്ടു. അവന്റെ പരീക്ഷണങ്ങൾ ക്ഷമ കൊണ്ട് ഞാൻ നേരിട്ടു. എന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റുകയും ചെയ്തു. യാക്കൂബ് അലൈഹി ഇസ്ലാം ചിന്തിച്ചു, റബ്ബിനെ സ്തുതിച്ചു. കാലങ്ങൾ ഏറെ കഴിഞ്ഞു. യാക്കൂബ് അലൈഹി ഇസ്ലാം രോഗിയായി. ആ വാർത്ത ഈജിപ്തിൽ ആകെ അറിഞ്ഞു. സന്ദർശകരുടെ പ്രവാഹമായി മക്കളെല്ലാം ഒത്തുകൂടി. യാക്കൂബ് അലൈഹി ഇസ്ലാം മക്കളെ വിളിച്ചു. ഞാൻ മടങ്ങുകയാണ്, എന്റെ നാഥനിലേക്ക് മടങ്ങുകയാണ്. എന്റെ ഉപ്പ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെയും ഉപ്പുപ്പ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും സമീപത്ത് എന്റെ ജഡം മറവ് ചെയ്യണം, വസിയത്ത് ചെയ്തു. യാക്കൂബ് അലൈഹി ഇസ്ലാം വഫാത്തായി. 117 വർഷത്തെ സംഭവ ബഹുലമായ ജീവിതത്തിന് വിരാമം കുറിച്ചു. ഈജിപ്തിലാകെ ദുഃഖം നിറഞ്ഞു. തേങ്ങുകയാണ്. ജനപദം തേങ്ങിക്കറിയുകയാണ്. മയ്യത്ത് പരിപാലനം കഴിഞ്ഞു. ഫലസ്തീനിലെ മദീനത്തുൽ ഖലീലിൽ മറവ് ചെയ്തു. അഥവാ ബൈത്തുൽ മുഖദ്ദസിന്റെ വെളിപ്പാടുകളെ അവിടെയാണ് പിതാമഹന്മാർ അദ്യയുറങ്ങുന്നത്. ഈജിപ്ത് ഇപ്പോൾ സമ്പന്നമായിരിക്കുന്നു. ദാരിദ്ര്യവും പട്ടിണിയുമെല്ലാം എങ്ങോ പോയി മറിഞ്ഞിട്ടുണ്ട്. സന്തോഷം കളിയാടുന്ന ദിവസങ്ങൾ. ഒരിക്കൽ യൂസുഫ് അലൈഹി ഇസ്ലാം വീട്ടിൽ വന്നു, ഒരല്പം ആശ്വാസത്തിനു വേണ്ടി. രാജകൊട്ടാരത്തിൽ തിരക്കോട് തിരക്കാണ്. മക്കൾ ആരും വീട്ടിലില്ല. ഉള്ളത് സഹധർമ്മിണി സുലൈഖ മാത്രം. അവരെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്, സമാധാനമാണ്. പ്രിയതമയെ ഒന്ന് ആലിംഗനം ചെയ്യാൻ ഉദ്ദേശിച്ചു സുലൈഖ കുതിറിയോടി. പ്രിയതമൻ പിന്നാലെയും. വാതിൽപ്പടിയിൽ വെച്ചാണ് പിടിക്കാൻ കഴിഞ്ഞത്. അതും വസ്ത്രത്തിൽ.
സുലൈഖയുടെ വസ്ത്രം കീറി പിൻഭാഗത്താണ് കയറിയിരിക്കുന്നത്. കണ്ടോ, ഇത് അന്നത്തതിന് പകരമാണ്. അന്ന് ഞാനാണ് പിന്നാലെ ഓടിയത്. ഇന്ന് അങ്ങയും. ചിരിച്ചുകൊണ്ട് പ്രിയതമ ഓർത്തെടുക്കുകയായിരുന്നു. ഒരു വിനോദമായിരുന്നു അത്, സ്നേഹത്തിന്റെ വിനോദം. കാലങ്ങളേറെ കഴിഞ്ഞു. യൂസുഫ് അലൈഹി ഇസ്ലാമിന് പ്രായമേറെയായി. ജരാനരകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ്. രോഗത്തിന് കീഴടങ്ങി. വയസ്സ് 120 ഇനി കഴിയുകയില്ല. ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വേളയിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറണം. അതാണ് മാന്യത. വൃദ്ധനാണെങ്കിലും ആരോഗ്യവാനാണ് യഹൂദ, ബുദ്ധിമാനുമാണ്. മരണത്തിന് മുതൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാം, അതാണ് നല്ലത്. യൂസുഫ് അലൈഹി ഇസ്ലാം ചിന്തയിലാണ്ടു. സഹോദരങ്ങളെ ക്ഷണിച്ചു വരുത്തി നല്ലൊരു ഉപദേശം നൽകി. ഉത്തരവാദിത്തം യഹൂദയെ ഏൽപ്പിച്ചു. താമസം വിന യൂസുഫ് അലൈഹി ഇസ്ലാം മരണത്തിന് കീഴടങ്ങി. ഈജിപ്ത് വീണ്ടും കരഞ്ഞു. രാജ്യമാകെ ദുഃഖസാന്ദ്രമായി. അന്ത്യകർമ്മങ്ങൾ നടന്നു. നൈൽ നദിക്ക് അപ്പുറമുള്ളവരും ഇപ്പുറമുള്ളവരും ഒത്തുചേർന്നു. എല്ലാവരും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാണ്. എവിടെ മറവ് ചെയ്യും അവർ ആലോചിച്ചു. ചർച്ചകൾ നടന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ശരീരം ഇപ്പുറത്ത് മറവ് ചെയ്താൽ അപ്പുറത്ത് വറുതിയുണ്ടാവും, ദാരിദ്ര്യമുണ്ടാവും. ചിലർ പറഞ്ഞു, നദിക്കപ്പുറത്താണ് മറവ് ചെയ്യുന്നതെങ്കിൽ ഇപ്പുറഭാഗവും വറുതിയിലാക്കപ്പെടും. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഒരു പെട്ടി ഉണ്ടാക്കുക, മർമറിന്റെ ഉറപ്പേറിയ പെട്ടി. മയ്യത്ത് പെട്ടിയിലാക്കി നെൽനദിയുടെ മധ്യത്തിൽ മറവ് ചെയ്യുക. എന്നാൽ ഇരുഭാഗത്തും ബർക്കത്തുണ്ടാകും. നദിയിലെ വെള്ളത്തിനും ബർക്കത്തുണ്ടാവും. ആ വെള്ളമാണല്ലോ ഈജിപ്തിന്റെ സമൃദ്ധി. അവർ അപ്രകാരം ചെയ്തു. കാലചക്രം പിന്നെയും കറങ്ങി. രാവും പകലുമായി വർഷങ്ങൾ കഴിഞ്ഞു. ഒരു തലമുറ അവസാനിക്കുകയാണ്. ഇസ്രായേൽ സന്തതികൾ ധാരാളമായി. അവരിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നു, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. തൗറാത്ത് നൽകപ്പെട്ട പ്രവാചകൻ. മൂസ അലൈഹി ഇസ്ലാമിന് ഒരിക്കൽ ദിവ്യബോധനം ലഭിച്ചു. മൂസ, നൈൽ നദിയിൽ യൂസുഫ് നബിയെ അടക്കം ചെയ്തിട്ടുണ്ട്. ഒരു പെട്ടിക്കകത്താണ് ജനാസയുള്ളത്. അത് പുറത്തെടുത്ത് ബൈത്തുൽ മുഖദ്ദസിൽ മറവ് ചെയ്യണം. നൈൽ നദി വിശാലമാണല്ലോ, എവിടെയായിരിക്കും ജനാസയുള്ളത്? അന്വേഷണം നടത്തി. ചരിത്രം എല്ലാവർക്കും അറിയാം, പക്ഷേ സ്ഥലം എവിടെയെന്നറിയില്ല. ഇസ്രായേൽ കുടുംബത്തിലെ ഒരു വനിത, വൃദ്ധയാണവർ. ശതാബ്ദി പിന്നിട്ടിരിക്കുന്നു. കാഴ്ചക്കും കേൾവിക്കും ഭംഗം വന്നിട്ടുണ്ട്. അവർക്ക് ആ സ്ഥലം ഓർമ്മയുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുക്കലെത്തി ആഗമനോദ്ദേശം വിവരിച്ചു. അവർ മോണ കാട്ടി പുഞ്ചിരിച്ചു. എഴുന്നേൽക്കാൻ പ്രയാസമുണ്ട്. നബിയുല്ലാഹി യൂസുഫ് അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്ത സ്ഥലം കൃത്യമായി എനിക്കറിയാം. ഞാനൊരു അടയാളം വെച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ പറഞ്ഞു തരില്ല. അതിന് പ്രതിഫലം വേണം, ആ വൃദ്ധ അറിയിച്ചു. എന്ത് പ്രതിഫലമാണ് വേണ്ടത്? മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു. ഞാനിപ്പോൾ കിഴവിയായില്ലേ, ഒന്നിനും കഴിയാത്ത, ആർക്കും ആവശ്യമില്ലാത്ത പടുകിഴവി. എന്നെ ചെറുപ്പക്കാരിയാക്കണം, അതാണ് പ്രതിഫലമായി വേണ്ടത്. മൂസ അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ആ വൃദ്ധ 17 വയസ്സുള്ള ഒരു തരുണിമണിയായി പരിണമിച്ചു. അവർ കാണിച്ച സ്ഥലത്ത് നിന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ജനാസ പുറത്തെടുക്കുകയും ബൈത്തുൽ മുഖദ്ദസിൽ മറവ് ചെയ്യുകയും ചെയ്തു. ക്ഷമയുടെ, അനുസരണത്തിന്റെ, കുടുംബബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന്റെ, സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഗുണപാഠങ്ങൾ പകർന്നു തരുന്നതാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. മഹത്തുക്കളെ സ്നേഹിക്കാനും ചരിത്രങ്ങളിൽ പാഠം ഉൾക്കൊള്ളാനും നാഥൻ അനുഗ്രഹിക്കട്ടെ.